ആശ്വാസവും അനുഗ്രഹവും. റിജോയ്സ് മിനിസ്ട്രീസ് എനിക്കൊരു സ്വകുടുംബം പോലെയാകുന്നു. നിങ്ങളോടൊപ്പം ആയിരിക്കുന്ന ഈ ദിവസങ്ങൾ എനിക്ക് നിശ്ചയമായും അനുഗ്രഹവും നന്മയുമാണ്. എന്നാൽ അതിനെക്കാട്ടിലുപരി ഞാൻ നിങ്ങളോടൊപ്പമായിരിക്കുന്നത് നിങ്ങൾക്കൊരനുഗ്രഹവും നന്മയുമായിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിൻ്റെ അടുക്കൽ 2 അനുഗ്രഹ തലങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, thou shall be a blessing and thou shall be blessed. അനുഗ്രഹത്തിന് 2 തലങ്ങളുണ്ട്. ഒന്ന്, നാം അനുഗ്രഹിക്കപ്പെടുക, എന്നാൽ അതിലുപരിയായി നാം മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമായിരിക്കുക. ആകയാൽ ഈ ദിവസങ്ങളിൽ നിങ്ങളോടൊപ്പമായിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയൊരു കൃപയാണ്. എന്നാൽ അതിലുപരിയായി ഞാൻ കടന്നു വന്നത് നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസഭ അഭിഷേകത്തിനും കുടുംബവും ഈ നാൾ വരെയും എന്നോട് കാണിച്ച എല്ലാ സ്നേഹാദരങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. അനുഗ്രഹീതമായ ഒരു സന്ധ്യാവേളയ്ക്കായി സ്തോത്രം. ഇന്ന് ലോകമെമ്പാടും ക്രിസ്മസ് ആചരിക്കുന്ന ഒരു നല്ല രാത്രിയാണ്, അല്ലെങ്കിൽ ഒരു നല്ല ദിവസമാണ്. കഴിഞ്ഞ രാത്രി തുടങ്ങി ലോകം മുഴുവനും ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളിലാണ്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ മാതൃരാജ്യമായിരിക്കുന്ന ഇന്ത്യയിലേക്കൊക്കെ കടന്നു വന്നു കഴിഞ്ഞാൽ ക്രിസ്മസ് ഒരാഘോഷം എന്നതിനെക്കാട്ടിലും ഒരു വർഗീയ ലഹളയ്ക്കുള്ള കാരണമായും ഒരു വർഗീയതയുടെ മുഖമുദ്ര വെളിപ്പെടുന്ന സമയവുമായൊക്കെ ഇന്ത്യയിൽ അത് അതിതീവ്രമായി വെളിപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. ജാതിമത ഭേദമന്യേ ഭവനങ്ങളിൽ നക്ഷത്രങ്ങൾ തൂക്കുകയും തമ്മിൽ കേക്കുകൾ കൊടുത്തയക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലത്തിനപ്പുറം ഇന്ന് നമ്മുടെ നാട് സ്കൂളുകളിൽ പോലും ക്രിസ്മസ് ആഘോഷങ്ങൾ ഉണ്ടാകരുതെന്നും എല്ലാ ഗവർണർ ഓഫീസുകളും ക്രിസ്മസിന് പ്രവർത്തിക്കണമെന്ന് നിബന്ധന വയ്ക്കുകയും ചില സ്കൂളുകൾ പോലും അത് തുറന്ന് പ്രവർത്തിക്കുകയും സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷം ഉണ്ടാകരുത് എന്നൊക്കെ കർശനമായി കൽപ്പിക്കുകയും ചെയ്ത് അങ്ങനെ നമ്മുടെ നാട് ഒരു സൗഹാർദ്ദത്തിൽ നിന്ന് വർഗീയതയിലേക്ക് പോകുന്ന കാഴ്ച ഈ ക്രിസ്മസിൻ്റെ ദിനങ്ങളിൽ ദുഃഖകരവുമാകുന്നു. എന്നാൽ ഒരു ക്രിസ്മസ് ആഘോഷത്തിൻ്റെ തടവ് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിധം കൊണ്ടോ ഒതുക്കാൻ കഴിയുന്നതല്ല ഈ ക്രിസ്തീയതയുടെ അന്തസത്ത എന്നുള്ളതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ദൈവം എനിക്ക് നൽകിയ ഒരു ദൂതിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ചില വേദഭാഗങ്ങൾ കണ്ടിന്യൂസായി ധ്യാനിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലേക്ക് നമുക്ക് സാവകാശം കടക്കാം. എന്നാൽ ലാലു പാസ്റ്റർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, അഭിഷേകത്തിനെ വന്ദനം ചെയ്യുന്നു. എന്നാൽ ഇന്ന് രാത്രികാലം ഞാൻ ദൈവാത്മാവ് കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ചില സമയങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രാത്രിയിലേക്കായി പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ഒരു വേദഭാഗം അത് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൽ നിന്ന് മറ്റൊരു വേദഭാഗം ദൈവം നൽകി. അങ്ങനെ 2 സെഷനുകൾ അതെടുത്തതിന് ശേഷം ഞാൻ മറ്റു ഭാഗങ്ങളിലേക്ക് കയറാം. കർത്താവ് യേശുവിൻ്റെ ജനനത്തെ സംബന്ധിച്ച് ഇന്നൊരു ക്രിസ്മസ് രാവായിരിക്കുന്നത് കൊണ്ടുകൂടെ ഞാനതുമായി കണക്ട് ചെയ്ത് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശു ജനിച്ചു എന്ന്, അല്ലെങ്കിൽ ജനിക്കുന്നു എന്ന്, അല്ലെങ്കിൽ ജനിക്കുവാൻ പോകുന്നു എന്ന് സ്വർഗം 7 പേരോടാണ് അറിയിച്ചത്. 7 വിഭാഗങ്ങളിൽ 7 ഗ്രൂപ്പുകളോട് 7 സ്ഥലത്തായിട്ടാണ് യേശു കർത്താവ് ജനിക്കുവാൻ പോകുന്നു അല്ലെങ്കിൽ ജനിച്ചു എന്ന് പറഞ്ഞത് 7 പേരോടാണ് സ്വർഗം അരുളി ചെയ്തത്. സ്വർഗം അരുളി ചെയ്ത 7 പേരെ അല്ലെങ്കിൽ 7 വിഭാഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യേശു ജനിച്ചുവെന്ന്. യേശു ജനിക്കുവാൻ പോകുന്നുവെന്ന് ആദ്യം സ്വർഗം പറഞ്ഞത് മറിയത്തോടാണ്. യേശു ജനിക്കുവാൻ പോകുന്നുവെന്ന് ആദ്യം പറഞ്ഞത് മറിയത്തോടാണ്. എൻ്റെ സഹോദരങ്ങളെ, യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞത് ആരോടാണെന്നറിയാമോ? ഒരു സ്ത്രീയോടാണ്. യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം ആദ്യം അതിന് സാക്ഷ്യം പറഞ്ഞതും ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് ദൂതനും യേശുവും ആരോടാണ് പറഞ്ഞതെന്നറിയാമോ? സ്ത്രീയോടാണ് പറഞ്ഞത്. അപ്പോൾ ക്രൈസ്തവതയ്ക്കകത്തുള്ള ദൈവ ഇക്വാലിറ്റിയെ നമുക്കവിടെ കാണുവാൻ കഴിയും. അപ്പോൾ യേശു കർത്താവ് ജനിക്കുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ആദ്യ ഭാഗം പറയുന്നത് മറിയത്തോടാണ്. സ്തോത്രം. ലൂക്കോസിൻ്റെ മാനവരാശിയുടെ പാപത്തിൻ്റെ കാരണം പലപ്പോഴും നമ്മളൊക്കെ തമാശന് പറയും, ആ ഹൗവ
അമ്മച്ചി ഒരുത്തി കാണിച്ച കുഴപ്പം കൊണ്ടാണ് ലോകം മുഴുവനും ഇങ്ങനെ പാപത്തിലായതെന്നൊക്കെ. എന്നാൽ സ്ത്രീ മുഖാന്തരമാണ് പാപം കയറിയതെങ്കിൽ അതേ സ്ത്രീ മുഖാന്തരം തന്നെയാണ് എന്തും സംഭവിക്കുന്നത്, മാനവരാശിയുടെ രക്ഷയും സംഭവിക്കുന്നത്. ഒരു ഹവ്വ മുഖാന്തരം പാപം പ്രവേശിച്ചെങ്കിൽ മറ്റൊരു ഹവ്വയ്ക്ക് പകരം ഒരു മറിയം മുഖാന്തരമായിട്ട് വിശുദ്ധി മനുഷ്യനിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും ഒരു വിശുദ്ധിയുടെ പ്രചാരകരും വിശുദ്ധിയുടെ ചാലകശക്തിയുമാകുവാൻ കഴിയും. അപ്പോൾ കർത്താവ് ഒന്നാമതായി മറിയത്തിൻ്റെ അടുക്കലാണ് പറയുന്നത്. ഈ 7 വിഭാഗങ്ങളുടെ അടുക്കൽ സ്വർഗം യേശു ജനിക്കുന്നുവെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശങ്ങളിലേക്കാണ് ഞാൻ കടക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 26-ാം വാക്യത്തിലാണ് മറിയത്തിൻ്റെ അടുക്കൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത്. ഈ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് 3 വിധത്തിലാണ് സ്വർഗം അറിയിക്കുന്നത്. 1 ദൂതനെ കൊണ്ടറിയിക്കുന്നു, 2 സ്വപ്നത്തെ കൊണ്ടറിയിക്കുന്നു, 3 പരിശുദ്ധാത്മാവ് നേരിട്ടിറങ്ങി പറയുന്നു. ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ദൂതൻ വന്ന് പറയുന്നു ഇതാ യേശു ജനിച്ചിരിക്കുന്നുവെന്ന്, ദൂതന്മാർ വന്ന് പറയുന്നു. 2 സ്വപ്നത്തിൽ വെളിപ്പെടുന്നു യേശു ജനിക്കുന്നുവെന്ന്. 3 പരിശുദ്ധാത്മാവ് നേരിട്ട് പറയുന്നു. ദൈവത്തിൻ്റെ 3 സംവേദന ചാലകങ്ങൾ. സ്തോത്രം. ഇവിടേക്ക് കടന്നു വരുമ്പോൾ മറിയത്തിൻ്റെ അടുക്കൽ പറയുകയാണ് ദൂതൻ യേശു ജനിക്കുവാൻ പോകുന്നു. മറിയത്തിൻ്റെ അടുക്കൽ യേശു ജനിക്കുവാൻ പോകുന്നുവെന്ന് പറയുന്നത് ഒരു സ്വപ്നമല്ല, ഒരു ദർശനമല്ല, ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമല്ല. പകരം ഒരു ദൂതൻ നേരിട്ടിറങ്ങി മറിയത്തിൻ്റെ അടുക്കൽ പറയുകയാണ് യേശു ജനിക്കുവാൻ പോകുന്നു എന്നുള്ളത്. യേശു ജനിക്കുവാൻ പോകുന്നു എന്നുള്ളത് മറിയത്തിൻ്റെ അടുക്കൽ പറയുമ്പോൾ മറിയത്തെ ബൈബിളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1-ാം അധ്യായം 27-ാം വാക്യത്തിലേക്ക് വരുമ്പോഴാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 27-ാം വാക്യത്തിലാണ് മറിയത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ മറിയത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ആ ദാവീദ് ഗ്രഹത്തിലുള്ള യോസെഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്ന് ആയിരുന്നു. മറിയ കന്യകയായിരുന്നുവെന്നല്ല എഴുതിയിരിക്കുന്നത്, ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ആകയാൽ തൻ്റെ പേരിനെക്കാട്ടിലും അവിടെ പ്രിവെയിൽ ചെയ്ത് അവിടെ എംഫസൈസ് ചെയ്ത് നിന്നത് തൻ്റെ ക്വാളിറ്റി ആയിരുന്നു. തൻ്റെ പേരിനെക്കാട്ടിലും തൻ്റെ ക്യാരക്ടറായിരുന്നു അവിടെ. ആൻഡ് ദ വെർജിൻ വാസ് മേരി. മേരി വാസ് വെർജിൻ എന്നല്ല എഴുതിയിരിക്കുന്നത്, വെർജിൻ വാസ് മേരി. വിശുദ്ധിക്കൊരു അപരനാമം നൽകുന്നെങ്കിൽ സാം ഒരു വിശുദ്ധൻ എന്ന് പറയുന്നതിനെക്കാട്ടിലും വിശുദ്ധനോ എവിടെ ഒരു വിശുദ്ധനുണ്ടായിരുന്നു അവൻ്റെ പേർ സാം എന്ന് പറയണം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മുടെ പേരിനെക്കാട്ടിലും നമ്മുടെ പാരമ്പര്യത്തെക്കാട്ടിലും നമ്മുടെ ഫാമിലിയുടെ DNA കാട്ടിലും നമ്മളുടെ കുടുംബത്തെക്കാട്ടിലും പ്രൊമിനൻ്റായി നിൽക്കുന്നത് സ്വർഗീയമായ സ്വഭാവമായിരിക്കട്ടെ. നാം അറിയപ്പെടുന്നത് നമ്മുടെ പ്രൊഫഷൻ കൊണ്ടല്ല, കരിയർ കൊണ്ടല്ല, നമ്മുടെ പേഴ്സണാലിറ്റി കൊണ്ടല്ല, അതിലുപരിയായി ഒരു ഡിവൈൻ ക്യാരക്ടർ നമ്മുടെ ഐഡൻറ്റിറ്റിയായി മാറ്റപ്പെടട്ടെ. അവിടെ ഒരു മേരി ഉണ്ടായിരുന്നു, മേരി കന്യകയായിരുന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്, അവിടെ ഒരു കന്യകയുണ്ടായിരുന്നു, ആ കന്യകയുടെ പേർ മേരിയായിരുന്നു. സ്തോത്രം. മറിയത്തിൻ്റെ അടുക്കൽ ദൂതൻ വന്ന് പറയുകയാണ് ഇതാ നിനക്കൊരു കുഞ്ഞ് ഒരുവൻ ജനിക്കുവാൻ പോകുന്നു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശുവെന്ന് പേർ വിളിക്കണം, അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും, കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അങ്ങനെ യേശുവിനെ കുറിച്ച് അവിടെ അറിയിക്കുകയാണ്. എന്തിനാണ് മറിയത്തിൻ്റെ അടുക്കൽ ഇപ്പോൾ യേശു ജനിക്കാൻ പോകുന്നെന്ന് പറയുന്നത്? യേശു ജനിക്കുവാൻ പോകുന്നുവെന്ന് മറിയത്തിൻ്റെ അടുക്കൽ ദൈവം പറയുന്നതിൻ്റെ കാരണം മറിയത്തിന് അതിനകത്തൊരു കമ്മീഷനിങ് ഉണ്ടായിരുന്നു. മറിയത്തിൻ്റെ അടുക്കൽ ഒരു ദൂത് പറയുമ്പോൾ, യേശു ജനിക്കുവാൻ പോകുന്നുവെന്ന് മറിയത്തിൻ്റെ അടുക്കൽ പറയുമ്പോൾ, ദാറ്റ് വാസ് നോട്ട് എ ന്യൂസ് ഷെയറിങ്. അതൊരു വാർത്ത പറയുകയല്ലായിരുന്നു, അതൊരു വിവരം പറയുകയല്ലായിരുന്നു, അതൊരു ന്യൂസ് അല്ലായിരുന്നു. പകരം അതെന്തായിരുന്നു? അതൊരു കമ്മീഷനായിരുന്നു. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ അത് നോട്ട് എ മിയർ ഗോസ്പൽ ഫോർ യു, ബട്ട് ഇറ്റ് ഈസ് എ കമ്മീഷൻ ഫോർ യു. അത് നിൻ്റെ മേൽ ഒരു നിയോഗമാണ്. ദൈവത്തിൻ്റെ വചനം പലർക്കും ഒരു ആശ്വാസമായിരിക്കും, ദൈവത്തിൻ്റെ വചനം പലർക്കും ഒരു അനുഗ്രഹമായിരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ വചനം ഇതിനകത്തിരിക്കുന്ന ചിലർക്ക് ഒരു കമ്മീഷനിങ് ആണ്, ഒരു ശുശ്രൂഷയാണ്. ഇന്ന് രാത്രി ഞാൻ അതിനകത്തൊന്ന് പറയട്ടെ, അനേകർക്കും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഒരു അനുഗ്രഹമായിരിക്കും, വിടുതലായിരിക്കും. പക്ഷേ the anointing upon you is an appointment upon you. നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം
അഭിഷേകം കേവലം ഒരു അനുഗ്രഹത്തിൻ്റെയോ വിടുതലിൻ്റെയോ ഉയർച്ചയുടെയോ നന്മയുടെയോ അല്ല. അതിനപ്പുറം അതിനകത്തൊരു നിയോഗമുണ്ട്. മറിയത്തിന്റെ അടുക്കൽ യേശു പറയുകയാണ്, മറിയത്തിന്റെ അടുക്കൽ ദൂതൻ പറയുകയാണ്, ഇതാ യേശു ജനിക്കാൻ പോകുന്നു. മറിയം ചോദിച്ചു, അതിന് ഞാനെന്തോ വേണം? അത് നീയാണ് ആ ഗർഭം വഹിക്കേണ്ടത്, അത് നീയാണ് അവനെ ജനിപ്പിക്കേണ്ടത്, നീയാണ് അവന് വേണ്ടി, അതിന് നീ സ്വർഗത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പാത്രമാണ്. ഇന്ന് രാത്രികാലം സ്വർഗം നിന്നോട് ചിലത് സംസാരിക്കുന്നത് നിന്റെ മേലൊരു നിയോഗം ഉണ്ടായിട്ടാണ്. സ്വർഗം നിന്നോട് ഇടപെടുന്നത് ആമേൻ നിന്നെ കുറിച്ചൊരു ഉദ്ദേശം ഉണ്ടായിട്ടാണ്. ആമേൻ. മറിയത്തിന്റെ അടുക്കൽ പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ പറയുവാൻ കഴിയും. ഒന്ന്, അവളുടെ പാസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവളുടെ വിർജിനിറ്റിയെ അവൾ സൂക്ഷിച്ചു എന്നുള്ളത് സത്യം. പക്ഷേ ഇപ്പോൾ ഈ ദൂത് വരുന്നുടനെ സ്തോത്രം, മറ്റുള്ള പലരുടെ അടുക്കലും ദൂത് വരുമ്പോൾ അവർക്ക് സന്തോഷമാണ്, അവർക്ക് അനുഗ്രഹമാണ്. യേശു ജനിച്ചെന്ന് ഇന്ന് നമ്മൾക്ക് കേൾക്കുമ്പോൾ നമുക്കെന്താണ്? സന്തോഷമാണ്. പക്ഷെ മറിയത്തെ സംബന്ധിച്ച് അതൊരു സന്തോഷമായിരുന്നില്ല. മറിയത്തെ സംബന്ധിച്ച് അതൊരു അനുസരണത്തിനും അതൊരു സബ്മിഷനുമുള്ള സമയമായിരുന്നു. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, അനേകർക്കും ദൂത് കേൾക്കുന്നത് അനുഗ്രഹവും ആശ്വാസവുമാകുമ്പോൾ ഇന്ന് രാത്രി നമ്മളിൽ ചിലർക്ക് ദൂത് ലഭിക്കുന്നത് ഒരു അനുഗ്രഹത്തിനും ആശ്വാസത്തിനും വേണ്ടിയല്ല, പകരം ചിലതിനു വേണ്ടി സറണ്ടർ ചെയ്ത്, ചിലതിനു വേണ്ടി സബ്മിറ്റ് ചെയ്ത്, ചില നിയോഗങ്ങളെ ഏറ്റെടുക്കുവാൻ, ചില ദൈവ പദ്ധതികളെ ഏറ്റെടുക്കുവാൻ ഇതൊക്കെ വേണം. ഇന്ന് രാത്രികാലം ദൈവസന്നിധാനത്തെങ്കിൽ പറഞ്ഞാട്ടെ, അപ്പാ എന്നോട് ദൈവം സംസാരിക്കുന്നതിൻ്റെ പിമ്പിൽ ചില നിയോഗങ്ങളെ കൈമാറാനുണ്ടെന്ന്, ചില ഉത്തരവാദിത്വങ്ങളെ കൈമാറാനുണ്ടെന്ന്, ചില ശുശ്രൂഷയെ കൈമാറാനുണ്ടെന്ന്, ചില ദൈവ പ്രവർത്തികളിൽ പങ്കാളിയാക്കാനുണ്ടെന്ന്. ഞാൻ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ്, ഞാൻ ദൈവ പ്രവർത്തിയിൽ ഒരു പങ്കാളിയാണ്. ആകയാലത്രേ You are a chosen vessel of God. That's why God is dealing with you. ദൈവം നിന്നോട് സംസാരിക്കുന്നത്, ദൈവം നിന്നോട് ഇടപെടുന്നത് നീ സങ്കടത്തിൽ ഇരിക്കുന്നത് നിന്നെ ആശ്വസിപ്പിക്കാനല്ല, പകരമോ ദൈവം നിന്നോട് ഇടപെടുന്നത് തൻ്റെ പ്രവൃത്തി നിന്റെ കരങ്ങളിൽ തരാനാണ്. ദൈവം നിന്നെ കൊണ്ട് ചിലത് ചെയ്യിക്കാനാണ്. ഇന്ന് രാത്രി ആമേൻ അഭിഷക്തൻ മുൻപേ ഓർപ്പിച്ചതുപോലെ ശമൂവേലിനെ ദൈവം വിളിച്ചത് എന്തിനു വേണ്ടിയാണ്? ശമൂവേലേ, നീ സമാധാനമായിട്ടിരിക്കുക, ശമൂവേലേ നീ ധൈര്യമായിട്ടിരിക്കുക, ശമൂവേലേ ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഇതൊന്നും ആയിരുന്നില്ല ദൈവം ശമൂവേലിനെ വിളിച്ചതിൻ്റെ ഉദ്ദേശം. അമ്മേ, എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചു പ്രായത്തിൽ ഏലിയുടെ ആലയത്തിൽ ഇരിക്കുന്ന ശമൂവേലിനെ പേർ ചൊല്ലി വിളിക്കുമ്പോൾ ശമൂവേലേ ശമൂവേലേ എന്ന് വിളിക്കുന്ന വിളി കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ശമൂവേലിനെ നോക്കി ഏലി പറഞ്ഞു, മോനെ, നിന്നെ വിളിച്ച വിളി ആശ്വാസത്തിൻ്റെ വിളിയല്ല, നിന്നെ വിളിച്ച വിളി അനുഗ്രഹത്തിൻ്റെ വിളിയല്ല, നിന്നെ വിളിച്ച വിളി നിയോഗത്തിൻ്റെ വിളിയാ. അതുകൊണ്ട് നീ ആ വിളിക്ക് ഇതാണ് മറുപടി പറയേണ്ടത്. അടിയനോട് അരുളി ചെയ്യണമേ. ഈ 2025 അവസാനത്തിൽ ദൈവം ചിലരോട് സംസാരിച്ചു തുടങ്ങുന്നു. അതൊരു ആശ്വാസമല്ല, അതൊരു സമാധാനിപ്പിക്കലല്ല, പകരം ദൈവത്തിന് ചിലത് നിന്നെ കൊണ്ട് ചെയ്തെടുക്കുവാൻ, ദൈവത്തിന് നിന്നിൽ കൂടെ ചിലത് ചെയ്തെടുക്കുവാൻ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. ജീസസ്, ഹല്ലേലൂയ. സിമ്പിളായിട്ട് ഞാൻ അതിനെ ഇങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞ് അടുത്ത ഭാഗത്തിലേക്ക് കയറുകയാ. കർത്താവേ, എന്തിനാ കർത്താവ് യേശു ജനിക്കുന്നെന്ന് മറിയത്തിൻ്റെ അടുക്കൽ പറഞ്ഞത്? സ്വർഗം സിമ്പിളായിട്ട് ഇങ്ങനെ പറയും, പുരുഷൻ തൊടാത്ത അശുദ്ധിപ്പെടാത്ത ഒരു ഗർഭപാത്രം എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. അത് അവളുടെ കയ്യിലുണ്ടെന്ന് കണ്ടിട്ടാണ് അവളോട് സംസാരിച്ചത്. അവളെ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു, അവളുടെ ഗർഭപാത്രം എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവളോട് സംസാരിച്ചത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവം നിന്നോട് സംസാരിക്കുന്നത് നിനക്ക് എന്തെങ്കിലും തരാനാണെന്ന് വെറുതെ കരുതണ്ട. പകരം നിന്നിലുള്ളത് ചിലതിനെ ദൈവത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ദൈവം എന്നോട് സംസാരിക്കുന്നത്. ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, അടിയനിതാ കർത്താവേ, ആ കമ്മീഷനെ ഞാൻ സ്വീകരിക്കുന്നു, ആ അപ്പോയിന്റ്മെന്റിനെ ഞാൻ സ്വീകരിക്കുന്നു, ആ നിയോഗത്തെ ഞാൻ ഏറ്റെടുക്കുന്നു. നിയോഗം പ്രാപിച്ച മറിയത്തെ നോക്കി പറഞ്ഞത് പല ഭാഗങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കാം. സ്തോത്രം.
ആകയാൽ ഒന്നാമത് ദൈവം യേശു ജനിക്കുന്നുവെന്ന് പറഞ്ഞത് മറിയത്തോടാണ്. അത് മറിയത്തിന്റെ മേലൊരു നിയോഗത്തെ കൈമാറുവാനാണ്. രണ്ട്, യേശു ജനിക്കുന്നുവെന്ന് രണ്ടാമത് സ്വർഗം ആരോടാണ് പറഞ്ഞതെന്നറിയാമോ? യോസെഫിനോടാണ് പറഞ്ഞത്. അത് ദൂതനെ അയച്ചല്ല പറഞ്ഞത്. ദൂതൻ ഒരു സ്വപ്നത്തിൽ നിന്ന് യോസെഫിനോട് പറയുകയാണ്. എന്തുകൊണ്ടാണ് ദൈവം യോസെഫിനോട് സംസാരിക്കുന്നത്? ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് മറിയത്തോട് സംസാരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലാണ് യോസെഫിനോട് സംസാരിക്കുന്നത്. സ്തോത്രം. ഈ രണ്ട് ജീനിയോളജിയിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ, മത്തായി സുവിശേഷം യോസെഫിന്റെ ജീനിയോളജിയോ, ലൂക്കോസിന്റെ സുവിശേഷം മറിയത്തിന്റെ ജീനിയോളജിയും പറയുകയാണ്. പോട്ടെ, ഞാൻ അവിടേക്കൊന്നും കിടക്കുന്നില്ല. മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ഇങ്ങനെ ഞാൻ പറയും, രണ്ട് കാര്യങ്ങൾ ആ വാക്യത്തിൽ പറയുകയാണ്. എപ്പോഴാണ് ദൈവം യോസെഫിനോട് സംസാരിക്കാൻ തുടങ്ങിയത്? രണ്ട്, എന്തിനു വേണ്ടിയാണ് യോസെഫിനോട് സംസാരിക്കാൻ തുടങ്ങിയത്? ആ വാക്യം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ആമേൻ. യോസെഫിന്റെ ചില ചിന്തകളാണ് യോസെഫിന്റെ മുൻപാകെ ദൈവശബ്ദം കൊണ്ടുവന്നത്. ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടെ പറയട്ടെ. യോസെഫ് ചില കാര്യങ്ങളെ കുറിച്ച് നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ഞാൻ അതിനകത്തുനിന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ക്യാരക്ടർ വൈസ് ഞാൻ പറയുകയാണ്. എടുത്തു ചാടി ഒരു കാര്യം ചെയ്യരുത്. ചാടി ഒരു കാര്യം പറയരുത്. സ്തോത്രം. മറിയത്തെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. പെട്ടെന്ന് യോസെഫ് കയറി, എന്നാൽ ഈ കല്യാണം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞില്ല. യോസെഫ് പകരം എന്ത് ചെയ്യുകയാണ്? യോസെഫ് ഒന്ന് ഇരുന്ന് ചിന്തിക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, എടുത്തു ചാടി പ്രവർത്തിക്കുന്നവന് വേണ്ടിയല്ല ദൈവം സംസാരിക്കുന്നത്. കുത്തിയിരുന്നൊന്ന് ദൈവസന്നിധിയിൽ ആലോചിക്കുന്നവനോട് മാത്രമേ ദൈവത്തിന് ഇടപെടാൻ കഴിയത്തുള്ളൂ. ചില സമയങ്ങൾ ഇന്ന് ഈ 2025 അവസാനത്തിൽ ഒരു തീരുമാനത്തോടെ മുമ്പോട്ട് പോയാട്ടെ. ഒരു പ്രശ്നത്തിൽ ഞാൻ എടുപിടി എന്നൊരു തീരുമാനം എടുക്കത്തില്ല. റഷ്യായിട്ടൊരു തീരുമാനം എടുക്കത്തില്ല. ആമേൻ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഉടനെ ഒരു വൈറ്റ് പേപ്പർ എടുത്ത് കുത്തിക്കുരച്ച് ഒരു റെസിഗ്നേഷൻ വലിച്ച് ഞാൻ എറിഞ്ഞിട്ട് എൻ്റെ കമ്പനിയിൽ നിന്ന് ഇറങ്ങി പോകത്തില്ല. എൻ്റെ അപ്പനാണ് എന്നെ അവിടെ പ്ലേസ് ചെയ്തതെങ്കിൽ, എൻ്റെ രാജാവാണ് എന്നെ അവിടെ അപ്പോയിന്റ് ചെയ്തതെങ്കിൽ, ഞാൻ അവിടെ ഇരുന്നൊന്ന് നനയ്ക്കും. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഒരു കൺഫർമേഷൻ കിട്ടാതെ, ഒരു ഉറപ്പ് കിട്ടാതെ ഒരു കാലടി ഞാൻ വെക്കത്തില്ല. ചിന്തിക്കുന്നവനോട് മാത്രമേ ദൈവത്തിന് സംസാരിക്കാൻ കഴിയത്തുള്ളൂ. ചിന്തിക്കുന്നവനോട്. ഈ 2025 അവസാനം നീ ചില വിഷയങ്ങളെ ദൈവസന്നിധിയിൽ വെച്ച് നനച്ചാട്ടെ. ദൈവസന്നിധിയിൽ നിന്റെ തോട്ട് പ്രോസസ് ദൈവസന്നിധിയിൽ ഒന്ന് അലൈൻ ചെയ്താട്ടെ. ഹോലി സ്പിരിറ്റ്. ഞാനതിൻ്റെ രണ്ടാമത്തെ ഭാഗം പറയുകയാണ്. ചിന്തിച്ചിരിക്കുന്നവനോട് ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? ചിന്തിച്ചിരിക്കുന്നവനോട് ദൈവം സംസാരിക്കുക. ഇന്ന് രാത്രികാല ദൈവം ചില വിഷയങ്ങളിൽ മറുപടി തരാതെ നിന്നെ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് തള്ളിവിട്ടോ, നിന്നെ ഒരു ലോങ് തോട്ടിലേക്ക് ദൈവം നിന്നെ കടത്തിവിട്ടോ. കർത്താവ് ചില ദിവസങ്ങളായി നീ ഒരു വിഷയത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുക. ചില ദിവസങ്ങളായി നീ ഒരു വിഷയത്തെക്കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുക. അതിനകത്ത് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ, ഒരു മറുപടി പറയാൻ കഴിയുന്നില്ല. ഒരു വിടുതൽ കാണുന്നില്ല. ചില ദിവസങ്ങളായി, ആഴ്ചകളായി ഒരു സംഗതി നിന്റെ മൈൻഡിനെ കയറി പിടിച്ചിരിക്കുക. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിന്റെ ആലോചന കൈമാറുന്നു. നിനക്ക് മാറ്റിക്കളയാൻ കഴിയാത്ത ഒരു ചിന്താഭാരം, നിനക്ക് മാറ്റിക്കളയാൻ കഴിയാത്ത ഒരു ചിന്തയുടെ വെയിറ്റ്, നിന്റെ തോട്ട് പ്രോസസ്സിനകത്ത്, നിന്റെ മൈൻഡിനകത്ത് ഒരു വെയിറ്റേജ് ഫീൽ ചെയ്യുന്നെങ്കിൽ അത് ദൈവം നിന്നോട് സംസാരിക്കാൻ പോകുന്നുവെന്നുള്ളതിന്റെ അടയാളമാണ്. ഇന്ന് പകൽക്കാല നിന്റെ മൈൻഡിന്റെ വെയിറ്റേജ് അത് ദൈവം നിന്നോട് ഇടപെടാനുള്ള സാഹചര്യമാണെന്ന്, സാധ്യതയാണെന്ന് പറഞ്ഞാട്ടെ. ഈ 2025 അവസാന ചില വിഷയങ്ങളെ ഓർത്ത് നീ വ്യാകുലപ്പെട്ട് നിൽക്കുമ്പോൾ, നീ ചിലതിനെ നനച്ചിരിക്കുമ്പോൾ, ഈ നനവുകളുടെ, ഈ ചിന്തകളുടെ അവസാനം ദൈവത്തിന്റെ ശബ്ദമാണ്. ഈ ചിന്താഭാരത്തിന്റെ, നിന്റെ മൈൻഡിനകത്ത് കിടക്കുന്ന വെയിറ്റേജിന്റെ ആൻസർ ദൈവത്തിന്റെ ഒരു ശബ്ദമാണ്. നിന്നെ ദൈവം ഒരു ഭാരത്തിലേക്ക് കടത്തിവിട്ടത്. വൈ എന്തുകൊണ്ട് എന്റെ ചിന്ത ഇത്ര ഭാരമാകുന്നു? എന്തുകൊണ്ട് എന്റെ മനസ്സിത്ര ഭാരമാകുന്നു? ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം അതിൽ ഓപ്പൺ ആവുകയാണ്. നിന്റെ ചിന്താകുലങ്ങളുടെ നടുവിൽ
പകൽ സ്വർഗം നിന്നോട് സംസാരിച്ചു തുടങ്ങുകയാണ്. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തിൽ നിന്നെ തൊടുന്നു. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തിൽ നിന്നെ തൊടുന്നു. ഈ രാത്രി നിന്റെ കിടക്കകത്ത് ഒരു സ്വപ്നമണ്ഡലം നിനക്ക് തുറന്നു വരട്ടെ. ഒരു ദർശന മണ്ഡലം നിനക്ക് തുറന്നു വരട്ടെ. ഏത് വിഷയത്തെ കുറിച്ച് നീ ആകുലപ്പെടുന്നു, ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തിൽ നിന്നെ ടച്ച് ചെയ്യുന്നു. ഈ രാത്രി നിന്റെ സ്വപ്ന മണ്ഡലങ്ങൾ ആക്റ്റീവ് ആവുകയാണ്. ഇതാ പരിശുദ്ധാത്മാവ് ചിലരെ തൊടുന്നു. ഇന്ന് രാത്രി the weightage of your mind is going to be the vision authority. Last Berteni agana magana mangaria paduri majanam barambaram baragam barandaria remanagadagam jabarthania. The weightage of your mind is going to be the conversation with God. അത് ദൈവവുമായി ഒരു സംഭാഷണത്തിലേക്ക് ശമന ഹർഥനമ ഹസതാനിയ ലർഥോനിയ ബാരകഷിയ. മലയാളത്തിൽ ഇങ്ങനെ പറയും, ചിന്തിച്ചാൽ ഒരു അന്തോ ഇല്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തോ ഇല്ലെന്ന്. പക്ഷെ ഞാൻ പറയാ, ചിന്തിച്ചാൽ ഒരു അന്തോ ഇല്ലെന്ന് ലോകം പറയുമ്പോൾ ഒരു ദൈവ പൈതൽ ചിന്തിക്കാൻ തുടങ്ങിയാൽ, അവന്റെ മൈൻഡിൽ ഒരു ഭാരം കയറാൻ തുടങ്ങിയാൽ, അതങ്ങനെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് അന്തമില്ലാതെ വിടുന്നവനല്ല നാം ആരാധിക്കുന്ന ദൈവ. അതിന്റെ നടുവിൽ ദൈവം ചിലത് സംസാരിക്കുക. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തിന്റെ ടച്ചിനെ വീണ്ടും ഡിക്ലെയർ ചെയ്യുന്നു. നിന്റെ ചിന്താഭാര ഇന്ന് രാത്രി ചില ദൈവ ശബ്ദങ്ങളിലേക്ക്, ചില ദർശനങ്ങളിലേക്ക്, ചില സ്വപ്നങ്ങളിലേക്ക് കൊണ്ടുപോകുക. യെസ്, ഈ 2025 ഡിസംബർ 25 ഈ രാത്രി അടുത്ത സൂര്യോദയത്തിന് മുൻപേ, അടുത്ത പുലരിക്ക് മുൻപേ നിനക്കൊരു ദർശനം ഉണ്ടാകുക, നിനക്കൊരു വെളിപ്പാടുണ്ടാകുക, നിനക്കൊരു ഉറപ്പുണ്ടാകുക, ഒരു സ്പിരിറ്റ് കൺഫർമേഷൻ, ഒരു സ്പിരിച്വൽ കൺഫർമേഷൻ നിന്റെ വിഷയത്തിൽ സ്വർഗം ചെയ്യും. ജീസസ്. യോസഫിന്റെ അടുക്കൽ ദൈവം സംസാരിക്കാൻ എന്താ കാര്യം? ഒന്ന്, യോസഫിന്റെ അടുക്കൽ ദൈവം സംസാരിക്കാൻ കാര്യം യോസഫിന്റെ ചിന്താഭാരമായിരുന്നു. യേശു ജനിക്കുന്നത് യോസഫിന് ഇപ്പോൾ എന്തായി തീർന്നെന്നറിയോ? ഒരു വലിയ ഭാരമായി തീർന്നു. ഹോളി സ്പിരിറ്റ്. യേശു ജനിക്കുന്നത് യോസഫിനൊരു ഭാരമായി. യേശു ജനിക്കുന്നത് രാജ്യത്തിന് വിടുതല. യേശു ജനിക്കുന്നത് ജനതയ്ക്ക് വിടുതല. യേശു ജനിക്കുന്നത് ആയിരങ്ങൾക്ക്, കോടി ആൾക്കാർക്ക് രക്ഷയാണ്. യേശു ജനിക്കുന്നത് സ്വർഗത്തിൽ സന്തോഷമാണ്. യേശു ജനിക്കുന്നത് ദൂതന്മാർക്കും സന്തോഷമാണ്. പക്ഷേ യേശു ജനിക്കുന്നത് യോസഫിന് മാത്രം ചിന്താഭാരമാണ്. ഇന്ന് പകൽക്കാലം, ഈ രാത്രി ഞാൻ നിന്നോട് പറയട്ടെ, നിന്റെ ജീവിതത്തിൽ ചില ചിന്താഭാരങ്ങളിൽ കൂടെ നീ കടന്നു പോകുമ്പോൾ അത് നിന്റെ കുടുംബത്തിനും അത് നിന്റെ തലമുറകൾക്കും ലാഹസതാരിയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അഭിഷക്തനെ, ദൈവ കുടുംബമേ, നിന്റെ ചിന്താഭാരം വിലയില്ലാത്തതല്ല. നിന്റെ ചിന്താഭാരം വിലയില്ലാത്തതല്ല. നിന്റെ സ്ട്രെസ്സിനൊരു വിലയുണ്ട്. നിന്റെ സ്ട്രെസ്സിനൊരു വിലയുണ്ട്. അത് തലമുറകളെ സ്വാധീനിക്കുന്നതാണ്. ജീസസ്. ക്രിസ്മസ് ഇന്ന് എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷേ ആദ്യത്തെ ക്രിസ്മസിൽ ഒരുത്തൻ ഭയങ്കര ടെൻഷനായിരുന്നു. ക്രിസ്മസ് വരുന്നതിനും മാസങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 1 വർഷം മുമ്പേ ആൾ ടെൻസ്ഡ് ആവാൻ തുടങ്ങി. നിൻ്റെ ചില ഭാരങ്ങളാ നിൻ്റെ കുടുംബത്തിൻ്റെ വിടുതൽ. നിൻ്റെ ചില ഭാരങ്ങളാ നിൻ്റെ തലമുറയുടെ വിടുതൽ. നിൻ്റെ ചില ഭാരങ്ങളാ നിന്റെ സഭയുടെ ഉണർവ്. ജീസസ്. ഏതുണർവിൻ്റെ പിമ്പിലും, ഏതനുഗ്രഹത്തിൻ്റെ പിമ്പിലും നീറുന്ന, പുകയുന്ന, നോവുന്ന ഒരു ഹൃദയമുണ്ട്. ഈ വിഷയത്തിൽ അത് നിന്റെ ഹൃദയമായി ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ കുഞ്ഞെ, നീ ഭാഗ്യവാൻ. ദൈവത്തിൻ്റെ പൈതലെ, അതൊരനുഗ്രഹമാണ്. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കയറുകയാണ്. യോസഫിൻ്റെ അടുക്കൽ ദൂതൻ പ്രത്യക്ഷനായി സ്വപ്നത്തിൽ. എന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയാമോ? പറഞ്ഞ വാക്കിതാണ്, യോസഫേ, നിൻ്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട. സ്തോത്രം. ഇവിടെ 2 കാര്യമാണ് പറയുന്നത്. ദാവീദിൻ്റെ മകനായ യോസഫേ, നിൻ്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട. യോസഫിന് ഒറ്റയടിക്ക് തിരിച്ചൊരു കാര്യം പറയാം. അതിന് ഞങ്ങൾ തമ്മിൽ കല്യാണം, അതിന് ഞങ്ങൾ തമ്മിൽ, അവളെൻ്റെ ഭാര്യ അല്ലല്ലോ. ഇന്ന് രാത്രികാലം ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം. ലീഗലി, ലിറ്ററലി വിവാഹം നടന്നിട്ടില്ല.
പക്ഷെ സ്വർഗം ഇപ്പോഴേ എന്ത് ചെയ്തിരിക്കുകയാണ്? അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. സ്വർഗം അതിനെ അങ്ങനെ അപ്രൂവ് എന്നല്ല, അങ്ങനെ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇന്ന് രാത്രി നീ അറിയണം, ചില വിഷയങ്ങൾ നിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെളിപ്പെട്ടിട്ടില്ല, പക്ഷെ സ്വർഗം അത് അങ്ങനെ തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. സ്വർഗം അത് അങ്ങനെ തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. ഓ ലക്കറ്റാർഥാനിയ അപപ്രവർത്താനിയ. നാട്ടുകാർ പറഞ്ഞു മറിയത്തെ യോസഫിന് വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണെന്ന്. പക്ഷെ സ്വർഗം യോസഫിൻ്റെ അടുക്കൽ പറഞ്ഞു, നാട്ടുകാർ നിശ്ചയിച്ചിട്ടേ ഉള്ളൂ, പക്ഷെ ഞാനത് അപ്പോഴേ നടത്തിക്കഴിഞ്ഞു. ലോകം നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന വിഷയങ്ങൾ സ്വർഗം നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആമേൻ. 2026 നിനക്ക് ചില പ്രതീക്ഷകളുണ്ട് അഭിഷക്തനെ, പക്ഷെ ദൈവം 2025 അത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, അത് സംഭവിച്ചിരിക്കുന്നു. ഇന്ന് രാത്രികാലം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നന്മകളെ നോക്കി ആത്മാവിൽ വിളിച്ചു പറഞ്ഞേ, അത് സംഭവിച്ചിരിക്കുന്നു, അത് സംഭവിച്ചിരിക്കുന്നു. വായി തുറന്ന് വിളിച്ചു പറഞ്ഞേ, അത് സംഭവിച്ചിരിക്കുന്നു, അത് സംഭവിച്ചിരിക്കുന്നു, അത് സംഭവിച്ചിരിക്കുന്നു. അധരം തുറന്ന് പറഞ്ഞേ, അത് സംഭവിച്ചിരിക്കുന്നു. അത് നിന്റെ ഹീലിംഗ് ആയിരിക്കട്ടെ, അത് നിന്റെ ഡെലിവറൻസ് ആയിരിക്കട്ടെ, അത് നിന്റെ ബ്രേക്ക് ത്രൂ ആയിരിക്കട്ടെ, അത് നിന്റെ ഷിഫ്റ്റ് ആയിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ വിളിച്ചു പറ, അത് സംഭവിച്ചിരിക്കുന്നു, അത് സംഭവിച്ചിരിക്കുന്നു, അത് സംഭവിച്ചിരിക്കുന്നു, അത് സംഭവിച്ചിരിക്കുന്നു. യോസഫിൻ്റെ അടുക്കൽ പറയുന്നതിൻ്റെ ബ്രീഫായിട്ട് ഇത്രയുമേ ഉള്ളൂ ഉദ്ദേശം. ദൂതൻ വന്ന് യോസഫിൻ്റെ അടുക്കൽ പറയുകയാണ്, നീ അവളെ തള്ളരുത്, നീ അവളെ തള്ളരുത്, നീ അവളെ തള്ളരുത്. യോസഫേ, ഞാൻ നിൻ്റെ അടുത്ത് സ്വപ്നം തന്നത് എന്തിനാണെന്നറിയാമോ? നീ ചിലരെ തള്ളരുത്, നീ ചിലരെ ചേർത്ത് പിടിക്കണം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരു നിയോഗത്തെ നിങ്ങളുടെ മേൽ നൽകുകയാണ്. ഈ 2025 അവസാനം സ്വർഗം നിങ്ങളോട് ഇടപെടുകയാണ്. വരും നാളുകളിൽ പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി റിജോയ്സ് മിനിസ്ട്രിയുടെ അടുക്കൽ പറയുവാൻ പറഞ്ഞ ഭാഗമാണ്. ഈ 2026 ചില തള്ളപ്പെട്ടവരെ ചേർത്ത് പിടിക്കുവാൻ, ചിലരെ കൂടെ നിർത്തുവാൻ, ചിലരെ ചാരത്തണയ്ക്കുവാൻ, ചിലരെ ഒരിടയൻ കുഞ്ഞാടിനെ വഹിക്കുന്നത് പോലെ, ഒരു തള്ളയാടിനെ പതിയെ നടത്തുന്നത് പോലെ ചിലരെ ചേർത്ത് നിർത്തുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ചിലരെ ചേർത്ത് നിർത്തുവാൻ. യോസഫേ നീ അവളെ ചേർത്ത് നിർത്തണം. യോസഫിന് നൽകപ്പെട്ട ദർശനം യോസഫിനെ ചിലരെ ചേർത്ത് നിർത്തുവാൻ, ചിലരെ കൂടെ നിർത്തുവാൻ, ചിലരെ സപ്പോർട്ട് ചെയ്യുവാൻ, മെൻ്റലി, ഇമോഷണലി, ഫിനാൻഷ്യലി, സ്പിരിച്വലി നീ ചിലർക്കൊരു കൈത്താങ്ങലായി തീരും. നീ ചിലരെ ചേർത്ത് പിടിക്കും, നീ ചിലരെ കൂടെ കൊണ്ട് നടക്കാം. അത് ദൈവം നിനക്ക് നൽകുന്ന ഒരു നിയോഗമായിരിക്കും. അപ്പം മറിയത്തിൻ്റെ അടുക്കൽ ദൈവം സംസാരിക്കുന്നത് ഒരു കമ്മീഷനിങ് ആയിരുന്നു. സ്തോത്രം. യോസഫിൻ്റെ അടുക്കൽ സംസാരിക്കുന്നത് അവൻ്റെ ചിന്താഭാരത്തിനുള്ള റിസൾട്ടായിരുന്നു. ആ റിസൾട്ടിൻ്റെ അടുത്തൽ ഇതെന്ന് പറയുന്നത്, അതിനകത്ത് ദൈവത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്, ഞാൻ അവനോട് സംസാരിച്ചാൽ അവൻ ചിലരെ ചേർത്ത് പിടിക്കും എന്നുള്ളതായിരുന്നു. സ്തോത്രം. നീ ചിലരെ അംഗീകരിക്കാൻ, നീ ചിലരെ തള്ളിക്കളയാതിരിക്കാൻ. 1 മറിയത്തിൻ്റെ അടുക്കൽ പറഞ്ഞു, 2 യോസഫിൻ്റെ അടുക്കൽ പറഞ്ഞു, 3 യേശു ജനിക്കാൻ പോകുന്നുവെന്ന് 3ാമത് ദൈവം ആരോടാണ് പറഞ്ഞതെന്നറിയാമോ? സക്രിയാവിൻ്റെ ഭാര്യയായ എലിസബത്തിൻ്റെ അടുക്കൽ. സക്രിയാവിന് ദർശനമുണ്ടായി. സക്രിയാവിൻ്റെ ദർശനത്തിന് അനന്തരം 5 മാസമായി എലിസബത്ത് ഗർഭിണിയാണ്. 5 മാസത്തെ ഗർഭാവസ്ഥയ്ക്ക് ശേഷം 6ാമത്തെ മാസത്തിലേക്ക് വരുമ്പോൾ എലിസബത്തിനെ തേടി മറിയം അവിടെ കടന്നു ചെല്ലുകയാണ്. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 39-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയും. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. സക്കറിയാവിൻ്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിൻ്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിൻ്റെ വന്ദന സ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി.
ഇവിടെ എലിസബത്തിൻ്റെ അടുക്കൽ പരിശുദ്ധാത്മാവ് ഒരു കൺഫർമേഷൻ നൽകി. മറിയം യേശുവിനെ ജനിപ്പിക്കുവാൻ പോവുകയാണ്. യേശു ജനിക്കുവാൻ പോവുകയാണ്. രക്ഷകൻ മിശിഹ ജനിക്കാൻ പോവുകയാണ്. ഈ എലിസബത്തിൻ്റെ അടുക്കൽ എന്തുകൊണ്ടാണ് ദൈവം ഈ യേശു ജനിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞത്? എന്നിട്ട് മറിയത്തെ എലിസബത്തിൻ്റെ അടുക്കൽ വിടുകയാണ്. കണ്ടോ, ആ സമയത്ത് പരിശുദ്ധാത്മാവ് എലിസബത്തിന് ഒരു കൺഫർമേഷൻ നൽകുകയാണ്, മശിഹ ജനിക്കാൻ പോകുന്നു. ഇതിൻ്റെ ആവശ്യകത എന്ത് എന്ന് നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, മറിയത്തെ നോക്കി ആരംഭത്തിൽ എലിസബത്ത് പറയുന്ന ഒരു വാക്കുണ്ട്. 42 വാക്യത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. മറിയം നിയോഗമേറ്റെടുത്തു. മറിയം സന്തോഷത്തോടുകൂടി, ഇതാ ഞാൻ നിൻ്റെ ദാസി, കർത്താവിൻ്റെ ഹിതം പോലെ ഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ തുടർമാനമായ പരീക്ഷയുടെ ദിനരാത്രങ്ങൾ കടന്നു വന്നപ്പോൾ മറിയത്തിൻ്റെ അകത്ത് തൻ്റെ വിളിയെക്കുറിച്ചും തൻ്റെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും തൻ്റെ നിയോഗത്തെക്കുറിച്ചും മറിയത്തിന് എന്തോ ഉണ്ടാകാൻ തുടങ്ങി? ആശങ്കകൾ ഉണ്ടാകാൻ തുടങ്ങി. ആ സമയത്ത് എലിസബത്ത് അവളോട് പറയുകയാണ്, നീ ഒരു ശാപമല്ല, നീ ഒരു ഗതികെട്ടവളല്ല, നിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും പാപം കൊണ്ടല്ല നീ ഇങ്ങനെ ഗർഭവതിയായത്. ഇനിയും ആ പുരുഷൻ തൊടാതെ നിൻ്റെ അകത്ത് വളർന്നു വരുന്ന, നിൻ്റെ വയറിങ്ങനെ വീർത്തു വരുന്ന, നിൻ്റെ ശാരീരിക നില ഇങ്ങനെ പൊങ്ങി വരുന്നത് കണ്ടിട്ട് ഒരുപക്ഷെ ചിലർ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇത് ഗർഭമൊന്നുമല്ല, ഇത് നിൻ്റെ ഉദരത്തിൽ ഒരു അസുഖം എന്തോ ആയിരിക്കാം, ആ അസുഖമാണ് വളർന്നു വരുന്നത്. 9 മാസം കഴിയുമ്പോൾ നീ കുഞ്ഞിനെ ഒന്നുമല്ല പ്രസവിക്കാൻ പോകുന്നത്, നീ വയറ് പൊട്ടി ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, ചത്തുപോയേക്കാം. പണ്ടൊരാളുടെ വയറിതുപോലെ വീർത്തതാ, അത് ഗർഭമൊന്നുമല്ലായിരുന്നു. പക്ഷേ നീ പുരുഷനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് ഗർഭമൊന്നുമല്ല. അങ്ങനെ സയൻറ്റിഫിക്കലി ഇത് ഭയങ്കര ഡിസോർഡറാണ്, ഇതെന്തോ അസുഖമാണ്. ഒരു ഭാഗത്ത് ആശങ്ക, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു? മറുഭാഗത്തൊരു ആശങ്ക, സ്തോത്രം, ഇത് ഗർഭം തന്നെയാണോ അതോ വല്ല അസുഖവുമായിരിക്കുമോ? പക്ഷേ എലിസബത്തിൻ്റെ അടുക്കൽ ദൈവം സംസാരിച്ച്, പരിശുദ്ധാത്മാവ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എലിസബത്ത് മറിയത്തിന് എന്തോ നൽകുകയാണെന്നറിയാമോ? ഒരു കൺഫർമേഷൻ നൽകുകയാണ്. ഞാനിതിനെ ഇങ്ങനെ പറയാം, യോസഫ് മറിയത്തെ തള്ളിക്കളയാതിരുന്നെങ്കിൽ എലിസബത്ത് മറിയത്തെ എൻകറേജ് ചെയ്യുകയും എലിസബത്ത് മറിയത്തെ എംപവർ ചെയ്യുകയാണ്. എലിസബത്തിൻ്റെ ഈ വാക്ക് കേട്ട് കഴിഞ്ഞ ഉടനെ, എലിസബത്തിൻ്റെ സംഭാഷണം കഴിഞ്ഞ ഉടനെ, സ്തോത്രം, 46 വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ മറിയ പറഞ്ഞത്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, ഈ എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു, അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചല്ലോ, ഇന്നു മുതൽ. അപ്പോൾ ആമേൻ, ഈ ദാസിയുടെ താഴ്ച എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ആമേൻ, ദൂതൻ വന്ന് എൻകൗണ്ടർ നൽകിയതിന് ശേഷം ഇവൾ കടന്നു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന അവസ്ഥയാണ് എന്ത്? താഴ്ച. ആ താഴ്ചയിൽ അവളെ കടാക്ഷിച്ചു എന്ന് അവൾ പറഞ്ഞത് ആരുടെ ശബ്ദം കേട്ടപ്പോഴാണെന്നറിയാമോ? എലിസബത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ. എന്നിട്ട് ഈ എലിസബത്ത് അവളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഈ മറിയം പറയുകയാണ്, ഇന്നു മുതൽ ആൾക്കാർ ഇനി എന്നെ ഗതികേടാണെന്നോ, ഇത് ഏതോ ക്യാൻസറസ് ഗ്രോത്ത് ആണെന്നോ, ഇതേതോ യൂട്രസ് ട്യൂമർ ആണെന്നോ എന്നെ നോക്കി പറയത്തില്ല. ഇന്നു മുതൽ എന്നെ നോക്കി മനുഷ്യൻ ഇത് ഭാഗ്യമാണെന്ന് പറയും. ഹോളി സ്പിരിറ്റ്. നിയോഗം കിട്ടി, പക്ഷെ ഉറപ്പ് കിട്ടിയില്ല. നിയോഗം കിട്ടി, പക്ഷെ ധൈര്യം കിട്ടിയില്ല. പക്ഷേ എലിസബത്തിൻ്റെ അടുക്കൽ ദൈവം സംസാരിച്ചത് എന്തിനാണെന്നറിയാമോ? നിയോഗത്തിൻ്റെ നടുവിൽ പകച്ചു നിന്ന മറിയത്തെ, നിയോഗത്തിൻ്റെ നടുവിൽ അധൈര്യപ്പെട്ടു നിന്ന മറിയത്തെ ധൈര്യപ്പെടുത്തി ആ നിയോഗത്തെ ഏറ്റെടുക്കാൻ തക്കവണ്ണം, നിന്റെ മേളിൽ കിടക്കുന്ന നിയോഗവും ശുശ്രൂഷയും ശാപമല്ല, നിന്റെ മേളിൽ കിടക്കുന്ന നിയോഗവും ശുശ്രൂഷയോ അത് അബദ്ധം പിണഞ്ഞു വന്നതല്ല, അത് നിന്റെ ഭാഗ്യമാണെന്ന് ചിലരെ എൻകറേജ് ചെയ്യുവാൻ, ചിലരെ എംപവർ ചെയ്യുവാൻ, ചിലരെ സ്ട്രെങ്തൻ ചെയ്യുവാൻ, ചിലരെ കൺഫേം ചെയ്യുവാൻ, അതിനാണ് യേശു ജനിച്ചുവെന്ന് ദൈവം എലിസബത്തിന്റെ അടുക്കൽ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഞാൻ മൂന്നാമത്തെ തലം പറയുകയാണ്. കർത്താവ് സംസാരിച്ചത്, കർത്താവ് നിന്നോട് ഇടപെട്ടത് യോസേഫിനെ പോലെ ചിലരെ ചേർത്ത് നിർത്താൻ മാത്രമല്ല, പകരം എലിസബത്തിനെ പോലെ ചിലരെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞു വിടുവാൻ, ചിലരെ പമ്പ് ചെയ്യുവാൻ, ചിലരെ എംപവർ ചെയ്യുവാൻ.
ഈ ദിനങ്ങളിൽ നിന്റെ മേളിൽ വ്യാപരിക്കുന്ന അഭിഷേക, നിനക്ക് കിട്ടുന്ന ദൈവ സാന്നിധ്യ, ചിലരെ ചാർജ് ചെയ്യാൻ, ചില തളർന്നവരെ എഴുന്നേൽപ്പിച്ചു വിടാൻ, ചില മുടന്തന്മാരെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു വിടുവാൻ സ്വർഗം നിന്നെ പ്രാപ്തമാക്കുന്ന ദിവസങ്ങളാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? എന്റെ മേളിൽ ഇറങ്ങുന്ന അഭിഷേകത്തിൽ എന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെ അവസാനിച്ചുവെന്ന് പറയുന്ന ചിലരെ, തീർന്നുവെന്ന് പറയുന്ന ചിലതിനെ ഞാൻ ചാർജ് ചെയ്തു വിടോ, ഞാൻ എഴുന്നേൽപ്പിച്ചു വിടോ, ഞാൻ ഉണർത്തിവിടോ, ഞാൻ അവനെ ഉണർത്തിവിടും. എലിസബത്തിന്റെ അടുക്കൽ പറഞ്ഞു യേശു ജനിക്കാൻ പോവുകയാണെന്ന്. ആ ദൂത് വെച്ച് എലിസബത്ത് ഇപ്പോൾ മറിയെ എന്ത് ചെയ്യുകയാണ്? സന്തോഷിപ്പിക്കുകയാണ്. എലിസബത്തിന്റെ വീട്ടിൽ വരെ ആമേൻ മറിയ ഒരുപക്ഷെ നീറിയായിരിക്കും വന്നത്. പക്ഷെ എലിസബത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയാ, എന്റെ ഹൃദയം ഇപ്പോൾ രക്ഷിതാവിൽ ഉല്ലസിക്കുന്നു, എന്റെ ഉള്ളം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞാട്ടെ, നിന്നെ കാണുന്ന ചിലരുടെ ഇമോഷൻസ് ട്രാൻസ്ഫോം ആകും. നിന്നെ കാണുന്ന ചിലരുടെ മെന്റൽ സ്റ്റാറ്റസ് മാറ്റപ്പെടും. ഇന്ന് ഈ ഉപവാസ ദിനങ്ങളിൽ ദൈവം നിന്നെ അഭിഷേകം ചെയ്യുകയാണ്. ദൈവം നിന്നെ തൊടുകയാണ്. മാനസികമായി തകർന്നു പോയ ചിലരെ, മാനസികമായി ഉടഞ്ഞു പോയ ചിലരെ ആത്മാവിൽ ശക്തീകരിച്ച് പൊക്കിയെടുപ്പാൻ, അവരുടെ സ്പിരിറ്റുവലത്തെ മാത്രമല്ല അവരുടെ മൈൻഡ് റലത്തെ തൊടുവാൻ, അവരെ ഉണർവുള്ളവരായി സന്തോഷമുള്ളവരായി ചലിപ്പിക്കുവാൻ, അവരെ ദൈവത്തെ സ്തുതിക്കുന്നവരാക്കി മാറ്റുവാൻ നിയോഗങ്ങളെ ഏറ്റെടുക്കുക സഹോദരങ്ങളെ. ആരാധനയ്ക്ക് വന്ന് സങ്കടത്തോടെ കൂനിപ്പിടിച്ചെന്നും കരഞ്ഞിട്ട് പോകുന്ന ചിലരെ നീ തൊടും. അവർ സന്തോഷിക്കാൻ തുടങ്ങും, അവർ ചിരിക്കാൻ തുടങ്ങും. എല്ലാ പ്രാർത്ഥനയ്ക്കും വന്ന് നീറി പോകുന്ന ചിലരെ ദൈവം നിന്റെ അടുക്കൽ കണക്ട് ചെയ്യുക. നീ അവരെ തൊടോ, അവരുടെ ലൈഫ് മാറോ, അവർ ചിരിക്കാൻ തുടങ്ങുക, അവർ ഉല്ലസിക്കാൻ തുടങ്ങുക, അവർ സന്തോഷിക്കാൻ തുടങ്ങുക. ചില കുടുംബങ്ങൾ ശക്തീകരിക്കപ്പെടുന്നതിന്, ചില കുടുംബങ്ങൾ സന്തോഷിക്കുന്നതിന്, ചില കുടുംബങ്ങൾ ആനന്ദിക്കുന്നതിന് നീ ഒരു കാരണമായി തീരും. മറിയത്തിൻ്റെ അടുക്കൽ പറഞ്ഞു നിയോഗം ഏറ്റെടുക്കാൻ. യോസഫിൻ്റെ അടുക്കൽ പറഞ്ഞു സ്തോത്രം, നീ തള്ളിക്കളയാതെ ചിലരെ ചേർത്തുകൊള്ളുവാൻ. സ്തോത്രം. എലിസബത്തിൻ്റെ അടുക്കൽ പറഞ്ഞു ആമേൻ, നിയോഗം ലഭിച്ചവളെ ധൈര്യപ്പെടുത്തി ശക്തീകരിക്കാൻ. ഞാൻ 4-ാമത്തെ ഭാഗത്തിലേക്ക് വരികയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 8 തുടങ്ങി 20 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ മനോഹരമായി കാണുവാൻ കഴിയുന്ന ഭാഗം. 4-ാമത് യേശു ജനിക്കുന്നുവെന്ന് ആരോടാണ് പറഞ്ഞതെന്നറിയാമോ? ഇടയന്മാരോടാണ് പറഞ്ഞത്. ഇടയന്മാരോട്, രാത്രിയിൽ കാവൽ കാത്തുകൊണ്ട് വെളിയിൽ ആമേൻ പാർത്തിരുന്നതായ ഇടയന്മാരുടെ അടുക്കൽ. ആ ഇടയന്മാരുടെ അടുക്കൽ സ്തോത്രം, ഞാൻ മുൻപേ പറഞ്ഞല്ലോ 3 വിധത്തിലാണ് പരിശുദ്ധാത്മാവ് ദൈവം യേശുവിൻ്റെ ജനനം പറയുന്നത്. 1 ഏഞ്ചലിക് എൻകൗണ്ടർ, 2 ഹോളി സ്പിരിറ്റ് കൺഫർമേഷൻ, 3 വിഷൻസ് ആൻഡ് ഡ്രീംസ്. ആമേൻ. ഇവിടെ വീണ്ടും ദൂതൻ ഇറങ്ങി വരികയാണ്. ഒരു ദൂതൻ വന്ന് അവരുടെ അരികത്തു നിന്നു. ഒരു ദൂതൻ വന്ന് അവരുടെ അരികത്തു നിന്നു. 2 ഒരു വെളിച്ചം അവരെ ചുറ്റി മിന്നുകയാണ്. ഒരു വെളിച്ചം അവരെ, ദൈവത്തിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, എന്നിട്ട് ദൂതൻ അവരോട് പറയുകയാണ് സ്തോത്രം, നിങ്ങൾക്ക് നിയോഗമല്ല, നിങ്ങൾക്ക് ചിന്താഭാരമല്ല, നിങ്ങൾക്ക് എന്താണ്, നിങ്ങളോട് ഞാൻ എന്താണ് അറിയിക്കുന്നതെന്നറിയാമോ? മഹാ സന്തോഷം നിങ്ങളോട് സുവിശേഷിക്കുകയാണ്. സുവിശേഷമായിട്ട് അവർ സ്വീകരിക്കുകയാണ്. ഞാൻ 1-ാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. യേശുവിൻ്റെ ജനനം എന്തിനാണ് ദൂതന്മാർക്ക് ലഭിച്ചത്? ഇടയന്മാർക്ക് ലഭിച്ചത്. ഇടയന്മാർക്ക് ലഭിച്ചതിൻ്റെ കാരണം, ഒന്ന്, അവർ ഈ സമൂഹത്തിലെ ഏറ്റവും ലീസ്റ്റായിട്ട് ഏറ്റവും താണ നിലയിൽ നിന്നവരായിരുന്നു. ആരെന്നറിയാമോ? ഇടയന്മാർ. അവരുടെ രാത്രികളൊക്കെ ശൈത്യത്തിനകത്തായിരുന്നു. അപ്പോൾ അവരുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ സകല ജനത്തിനും എന്തോ ഉണ്ടാകാൻ പോകുന്നു? സന്തോഷം ഉണ്ടാകാൻ പോകുന്നു. യേശു ഭൂമിയിൽ ഇറങ്ങി വന്നപ്പോൾ യേശു തന്നെത്താൻ ഉപമിച്ചതൊക്കെ ആരോടാണെന്നറിയാമോ? ഞാൻ നല്ല ഇടയനാകുന്നു, എൻ്റെ പിതാവിൻ്റെ തോട്ടത്തിലെ കൃഷിക്കാരനാകുന്നു ഞാൻ. അതൊന്നും ആ കാലഘട്ടത്തിലെ വൈറ്റ് കോളർ ജോബ്സ് ആയിരുന്നില്ല. ആ കാലത്തിലെ ഏറ്റവും ഹീനമായി മതിക്കപ്പെട്ടിരുന്നവരായിരുന്നു. യേശു അവിടെ വന്ന് പറയുകയാണ്. എന്നിട്ട് അതുപോലെ യേശു പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ എന്ത് ചെയ്യണമെന്നറിയാമോ? അവൻ എൻ്റെ അടുക്കൽ വന്നിട്ട്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എൻ്റെ നുകമേറ്റ് എന്നോടുകൂടെ പഠിക്കണം.
ഇസ്രായേലിൽ ഏറ്റവും ഹീനമായ പണിയായിരുന്നു. ഇന്നും നമ്മുടെ നാട്ടിലെ ഏറ്റവും ഹീനമായ പണിയാണ്. ഒരുവൻ എൻ്റെ കൂടെ, ഫോർ എക്സാമ്പിൾ, ഒരുവൻ എൻ്റെ കൂടെ വന്ന് JCB ഓപ്പറേറ്ററായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ടെക്നിക്കൽ വേർഡിൽ പറഞ്ഞാൽ പോലും, അല്ലെങ്കിൽ ഒരു പ്ലഫിംഗ് മെഷീൻ്റെ ഓപ്പറേറ്ററാകാൻ പറഞ്ഞാൽ, കർത്താവ് അതിനെക്കാട്ടിലും എന്താണ് പറയുന്നത്? നുകത്തിൻ്റെ കീഴിലേക്ക്. അപ്പോൾ യേശുവിനെ അവിടെ പറയാൻ തക്കവണ്ണം ആ കാലഘട്ടത്തിൽ ഹയർ ഒഫീഷ്യൽസ് ഒക്കെ ഇല്ലായിരുന്നോ? യേശു അവരൊന്നും പറഞ്ഞില്ല. തൻ്റെ ശുശ്രൂഷയിൽ ഞാനൊരു മഹാപുരോഹിതനാണെന്ന് പോലും യേശു എന്ത് ചെയ്തില്ല? പറഞ്ഞില്ല. കാരണം ആ കാലഘട്ടത്തിലെ മഹാപുരോഹിതന്മാരുമായിട്ട് യേശുവിന് തന്നെ ഉപമിക്കാൻ തോന്നിയില്ല. കറപ്റ്റഡ് ആയിരുന്നു അന്നത്തെ പ്രീസ്റ്റ്ഹുഡ്. അപ്പോൾ എളിയ ജനത്തെ യേശു തിരഞ്ഞെടുത്തിട്ട് പറയാ, ഞാൻ നല്ല ഇടയനാകുന്നു. ആ കാലഘട്ടത്തിലെ ഏറ്റവും വില കുറഞ്ഞ ഹീനമായി മതിക്കപ്പെട്ടവരായിരുന്നു. അപ്പം ഈ ഇടയന്മാരുടെ അടുക്കൽ യേശു ജനിച്ചു എന്ന് പറയുന്നത് വാസ്തവത്തിലൊരു ഗോസ്പലാണ്. അവരെ സന്തോഷിപ്പിക്കുകയാണ്, എന്നിട്ട് അവർക്ക് അടയാളം നൽകുകയാണ്, അങ്ങനെയൊക്കെ സംഭവിക്കുകയാണ്. ഞാൻ അതിൻ്റെ വിശദീകരണം അടുത്ത ദൂതിനകത്ത് ഞാൻ നൽകാം. എന്നാൽ ഇവരെ വാസ്തവമായി ദൈവം എന്തിനാണ് ഇവരുടെ അടുക്കൽ ദൂത് അറിയിച്ചത് എന്തിനെന്ന് കടന്നു വരാം. ഇവരുടെ അടുക്കൽ ദൂത് അറിയിക്കുമ്പോൾ 2 കാര്യങ്ങൾ വന്നു. ഒന്ന്, ദൂതൻ വന്ന് ഇവരുടെ അരികത്ത് നിന്നു. 2, അവരെ ഒരു തേജസ് കവർ ചെയ്തു. അങ്ങനെ പറയുന്നത്, ദൂതൻ അവരുടെ അരികത്ത് നിന്നു, അവരെ ഒരു തേജസ് ചുറ്റിമിന്നി. വെളിയിൽ കിടന്നവനെ തേജസ് കവർ ചെയ്തു. അതായിരുന്നു യേശുവിൻ്റെ ജനനം അവരോട് അറിയിക്കുന്നതിൽ കൂടെ. എന്നാൽ അതിനപ്പുറം ഒരു കാര്യമുണ്ട്. 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ട ശേഷം ഈ പൈതലിനെക്കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. നിങ്ങളൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. ഇവർ യേശുവിനെ പോയി ആരാധിച്ചോ? നമസ്കരിച്ചോ? ഇല്ല. പകരം അവരവിടെ നമസ്കരിക്കുക എന്നതിനെക്കാട്ടിലും ആരാധിക്കുക എന്നതിനെക്കാട്ടിലും അവരവിടെ ചെയ്തത് എന്താണെന്നറിയാമോ? ആ കുഞ്ഞിനെക്കുറിച്ച് അവർ പ്രവചിച്ചിട്ട് പോരുന്നു. എന്നിട്ട് അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറഞ്ഞ ഇതിങ്ങനെയാണ്. അതിൻ്റെ 18-ാം വാക്യത്തിൽ, കേട്ടവർ എല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. ഒറ്റ വാക്കിൽ ഞാൻ പറയാം, ഷെപ്പേർഡ്സ് ബിക്കെയിം പ്രൊഫറ്റ്സ്. യേശു ജനിച്ചെന്ന് എന്തിനാ ഇടയന്മാരുടെ ഇടയ്ക്ക് പറഞ്ഞ്? അവർ പാവപ്പെട്ടവരായോണ്ടും അവർ വെളിയിൽ കിടന്നുകൊണ്ടും അതൊന്നും അല്ല. അതിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ ഷെപ്പേർഡ്സ് ബിക്കെയിം പ്രൊഫറ്റ്സ്. യേശു ജനിച്ചെന്ന് എന്തിനാണ് പറയുന്നത്? ഒരു ഭയങ്കര ട്രാൻസ്ഫോർമേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സ്തോത്രം. അവർ പറഞ്ഞത് കേട്ടിട്ട് മറ്റുള്ളവർ ആശ്ചര്യപ്പെട്ടു. മറ്റുള്ളവർ വണ്ടർ ചെയ്യത്തക്കവണ്ണം ചിലത് നിൻ്റെ വായിൽ നിന്ന് പുറപ്പെടേണ്ടതിന്. ഇടയൻ എന്ന് പറയുന്നത്, എൻ്റെ സഹോദരങ്ങളെ, ഇടയൻ എന്ന് പറയുന്നത് ഒരു സെക്യുലർ പ്രൊഫഷനാണ്. പക്ഷെ പ്രൊഫറ്റ് എന്ന് പറയുന്നത് ഒരു ഹെവൻലി ഡെസിഗ്നേഷനാണ്. ഇന്ന് രാത്രികാലം യേശു ജനിച്ചു എന്നുള്ള വാർത്ത ഇടയന്മാരുടെ അടുക്കൽ എത്തിയതുപോലെ നിന്റെ അടുക്കൽ ദൈവം സംസാരിക്കുന്നത്, നിന്റെ കോൺവെർസേഷൻ ദൈവം ഓപ്പൺ ചെയ്യുന്നത്, അതിൻ്റെ പിമ്പിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഒരു സെക്യുലർ ജോബിനപ്പുറം, ഒരു സെക്യുലർ പ്രൊഫഷനപ്പുറം ദൈവത്തിന് നിന്നെ തൻ്റെ രാജ്യത്തിൽ, തൻ്റെ ശുശ്രൂഷയിൽ, ഒരു പ്രൊഫറ്റിക്കൽ അനോയിന്റിങ്ങിൽ നീ പറയുന്നത് കേട്ട് മറ്റുള്ളവർ ആശ്ചര്യപ്പെടാൻ തക്കവണ്ണം നിന്നെ ഒരു പ്രവാചകനാക്കി, നിന്നെ ഒരു അഭിഷക്തനാക്കി. ഇന്ന് രാത്രി 1 മിനിറ്റ് കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. Shepherd became the prophet. Las Martonia Mahatanadia Ela Hasapravartania Mebebe Rokotonia Mahasataria Las Mahatania Rajanadia. ഇന്ന് രാത്രികാല ഈ ഉപവാസ പ്രാർത്ഥനകൾ ദൈവം എന്നോട് ഇടപെടോ, എൻ്റെ മേലൊരു കൃപ നൽകുക, എൻ്റെ മേലൊരു കൃപാവരം നൽകുക, എൻ്റെ മേലൊരു ശുശ്രൂഷ നൽകും. ഞാൻ ഒരു കാര്യം പറയാം.
യേശു ജനിച്ചെന്ന് പറഞ്ഞത് കേട്ട ഇടയന്മാരുടെ 100 ആടുകൾ 1000 ആടായോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ട് പറയാം, അവർ പ്രൊഫറ്റിക്കലി അവർ മിനിസ്ട്രി ചെയ്യാൻ തുടങ്ങി. ദൈവം നിന്നെ കണ്ടുമുട്ടുന്നത് നിന്റെ ആത്മീയ തലത്തെ, നിന്റെ ശുശ്രൂഷ തലത്തെ ഒന്ന് തൊടാനാണ്. ഈ 2025 അവസാന ദിവസങ്ങളിൽ ഒരു പ്രൊഫറ്റിക്കൽ ടച്ച് എൻ്റെ മേളിൽ വരുമെന്ന് ഞാൻ പറയുന്നത് കേട്ടാൽ മനുഷ്യൻ ആശ്ചര്യപ്പെടുന്ന അളവിൽ, ലോകം അതിശയിക്കുന്ന അളവിൽ ഒരു പ്രവാചക അധികാരം എൻ്റെ നാവിന്മേൽ ദൈവം ഇടുമെന്ന്, ഒരു കൃപ എൻ്റെ മേൽ ഇടുമെന്ന്, ഒരു കൃപാവരം എൻ്റെ മേൽ ഇടുമെന്ന് ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? 1 മിനിറ്റ് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് ഐ ഷാൽ ബി ദ പ്രൊഫറ്റ്. ഇന്ന് രാത്രികാലം ദൈവ പൈതലേ, നിന്റെ കമ്പനിയുടെ പ്രൊഫഷൻ അപ്പുറം, ലോകം നിനക്ക് നൽകിയ പ്രൊഫഷൻ അപ്പുറം സ്വർഗം നിനക്കൊരു റെപ്യൂട്ടേഷൻ നൽകുകയാണ്. ഒരു പ്രൊഫഷണൽ റെപ്യൂട്ടേഷൻ അപ്പുറം ഒരു പ്രൊഫറ്റിക്കൽ റെപ്യൂട്ടേഷൻ, ഒരു ഹെവൻലി റെപ്യൂട്ടേഷൻ. ഈ രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ, ഈ രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. സംദന ജാർഥന രഹസതാരിയ ലഗഡഗഡഗഡഗം പ്രവർത്താനിയ ഏകരമസ്യ പ്രവർത്താനിയ അഗലോ രഗനോ ലഗനോ അർബന പ്രവാചന ഉടന രഗാജനം പ്രവർത്താനിയ. എന്റെ മേൽ ഒരു അഭിഷേകം വീഴട്ടപ്പാ, ഞാനൊരു പ്രവാചക തലത്തിൽ കയറട്ടപ്പാ, ഞാനൊരു ശുശ്രൂഷ തലത്തിൽ കയറട്ടപ്പാ. ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. യേശുവിന്റെ രക്തത്തിൽ എന്റെ മേലൊരു രോഗശാന്തിയുടെ അധികാരം വീഴട്ടപ്പാ, എന്റെ മേലൊരു കൃപാവരം വീഴട്ടപ്പാ, എന്റെ മേലൊരു ഭൂതശാന്തിയുടെ അധികാരം വീഴട്ടപ്പാ, എന്റെ മേലൊരു ദൈവിക അധികാരം ചലിക്കട്ടെ. യെസ് യെസ്, ഓപ്പൺ യുവർ മൗത്ത് ആൻഡ് പ്രേ ഔഡ്. ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ട്. അപ്പാ, എനിക്ക് കേവലം ആരാധിച്ചു പോയാ പോരാ, കേവലം എനിക്ക് പ്രാർത്ഥിച്ചു പോയാ പോരാ. എന്റെ മേലൊരു അഭിഷേകം, എന്റെ മേലൊരു അധികാരം, എന്റെ മേലൊരു കൃപ, എന്റെ മേലൊരു കൃപാവരം, എന്റെ മേലൊരു നിയോഗം, എന്റെ മേലൊരു ശുശ്രൂഷ. ലംധാന ഹസതാനിയ റഹസതാനിയ റഖലമ ഹോട്ടോനിയ ലൈബെറെ ഹസതോനിയ പ്രവഷ്മർഥേനിയ ലഹസതാനിയ. നിങ്ങളെ കണ്ടിട്ട് ഒരു മനുഷ്യൻ, ആഹാ നിങ്ങൾ പ്രവചിക്കുകയും ചെയ്യുമായിരുന്നോ എന്നല്ല ചോദിക്കേണ്ട, ആഹാ നിങ്ങൾ ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നോ എന്ന് ചോദിക്കണോ? അമ്മേ, ഇന്ന് പകൽക്കാല നിങ്ങളുടെ പ്രൊഫഷണൽ കരിയറുകളെ, നിങ്ങളുടെ അമ്മേൻ സോഷ്യൽ റെപ്യൂട്ടേഷനെ കവർ ചെയ്യുന്ന ഒരു ഗ്ലോറിയസ് റെപ്യൂട്ടേഷൻ, ഒരു ഹെവൻലി റെപ്യൂട്ടേഷൻ ഈ കാലഘട്ടത്തിൽ വരും തലമുറകൾ നിന്നെ ഒരു പ്രവാചകൻ എന്നറിയട്ടെ, നിന്നെ ഒരു ദൈവത്തിന്റെ മന്ദിരമെന്നറിയട്ടെ. ഹിസ്റ്ററിയിൽ നീ രേഖപ്പെടുത്തുന്നത് ഇന്ന കമ്പനിയിലെ ജോലിക്കാരനെന്നല്ല. എന്റെ റെപ്യൂട്ടേഷൻ എന്റെ അഭിഷേകമായിരിക്കും, എന്റെ റെപ്യൂട്ടേഷൻ എന്റെ കൃപാവരമായിരിക്കും. ലോസ് മർഥാനിയ റാഥാനിയ. ആ കമ്പനി ജോലി ചെയ്ത് അച്ഛനല്ലയോ എന്നല്ല, അവിടെ വെച്ച് ദൂത് പറഞ്ഞ അച്ഛനല്ലേ എന്ന് പറയട്ടെ. ഇന്ന് രാത്രി അധരം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് മേടിച്ചാട്ട് ഒരു ഗ്ലോറിയസ് അപ്പോയിന്റ്മെന്റ്. ആമേൻ. The shepherd became the prophet. The shepherd became the prophet. യേശു ജനിച്ചെന്ന് എന്തിനാ ഇടയന്മാരുടെ അടുക്കൽ പറഞ്ഞതെന്നറിയാമോ? യേശു ജനിച്ചെന്ന് ഇടയന്മാരുടെ അടുക്കൽ പറഞ്ഞത് മറ്റുള്ളവർ ആശ്ചര്യപ്പെടുന്ന അളവിൽ, മറ്റുള്ളവർ അതിശയിക്കത്തക്കവണ്ണം ഒരു പ്രവാചക ശബ്ദമായി മാറുവാനായിരുന്നു. ഹോലി സ്പിരിറ്റ്. ഇവരാരോടാ പോയി ദൂത് പറഞ്ഞതെന്നറിയാമോ? ഇവർ പോയി ദൂത് പറഞ്ഞത് യേശുവിൻ്റെ അമ്മ മറിയത്തിൻ്റെ അടുക്കലും യോസെഫിൻ്റെ അടുക്കലും പോയി എന്ത് ചെയ്തോ? ഇവർ ദൂത് പറയുകയാണ്. ഇന്ന് പകൽ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ആരാധിച്ച് സ്തോത്രം പറഞ്ഞ് ധൈര്യത്തോടുകൂടെ മുമ്പോട്ട് വാ. എൻ്റെ കർത്താവ് എന്നോട് സംസാരിക്കുന്നത് എന്നിൽ നിന്നൊരു ശുശ്രൂഷയെ പുറത്തെടുക്കാനാണ്. സ്തോത്രം. 5-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, ഇടയന്മാരുടെ അടുക്കൽ പോയി പറഞ്ഞു. ആ നാട്ടിൽ എത്ര സമ്പന്നന്മാരുണ്ടായിരുന്നു, ശാസ്ത്രിമാരുണ്ടായിരുന്നു, പണക്കാരുണ്ടായിരുന്നു, കൊട്ടാരം ഉണ്ടായിരുന്നു, രാജാവുണ്ടായിരുന്നു. പക്ഷേ അവരുടെ അടുത്തൊന്നും സ്വർഗം പോയി പറഞ്ഞില്ല. ആരോടാ പറഞ്ഞത്? ടു ദ പൂർ ആൻഡ് ദ ഹംബിൾ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ പറയട്ടെ, ദൈവം എന്നോട് മിണ്ടും. അതിൻ്റെ യോഗ്യത
എൻ്റെ കഴിവുകേടുകളാണ്, എൻ്റെ ബലഹീനതകളാണ്, എൻ്റെ പോരായ്മകളാണ്. ജീസസ്. ബലഹീനതയിൽ പ്രശംസിക്കാൻ പ്രാപ്തമാക്കുന്ന ഒരേ ഒരു മാർഗമുണ്ടെങ്കിൽ, ഒരേ ഒരു പുസ്തകമുണ്ടെങ്കിൽ, അത് നാം വിശ്വസിക്കുന്ന സ്തോത്രം. ഞാൻ മുമ്പോട്ട് കയറട്ടെ. 5-മത് ദൈവം ആരോടാണ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞത്? 5-മത് പറഞ്ഞത് കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാരുടെ അടുക്കൽ, മാഗീസ്. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, മത്തായി സുവിശേഷം 2-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ ഇതിനെ 2 ഭാഗങ്ങളായിട്ടാണ്. 2 പേരുടെ അടുക്കൽ പറയുന്നത് മത്തായി സുവിശേഷത്തിലും ബാക്കി 5 പേരുടെ അടുക്കൽ പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുമാണ്. മത്തായി അതിനെ ഞാൻ മറ്റൊരിക്കൽ വിശദീകരിക്കാം. ഇപ്പോൾ വിദ്വാൻമാരുടെ ഭാഗത്തിലേക്ക് വരുമ്പോൾ മത്തായി സുവിശേഷം 2-ാം അധ്യായം 1 തുടങ്ങി 12 വരെയുള്ള ഭാഗം, അത് യേശു ജനിക്കുന്നതിന് മുമ്പല്ല, യേശു ജനിച്ചതിന് ശേഷം. യേശു ജനിക്കുന്നതിന് മുമ്പ് മറിയത്തിൻ്റെ അടുക്കൽ പറഞ്ഞു തുടങ്ങിയിട്ട് ഇപ്പോൾ ഇതെവിടെ വരെ വന്നെന്നറിയാമോ? യേശു ജനിച്ചതിന് ശേഷം. കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങളവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദാ രാജാവ് അത് കേട്ടിട്ട് അവനും യെരൂശലേം ഒക്കെയും ഭ്രമിച്ചു. ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെ ശാസ്ത്രിമാരെ എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട് യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ, യഹൂദദേശത്തിലെ ബേത്ലഹേമെ മീഖായിലെ വാക്യം പറഞ്ഞിട്ട്. എന്നാൽ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു. നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ സൂക്ഷ്മമായി അന്വേഷിപ്പീൻ, കണ്ടെത്തിയാൽ ഞാനും ചെന്നവനെ നമസ്കരിക്കേണ്ടതിന് വന്നെന്നെ അറിയിപ്പീൻ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ടവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം പോയിക്കൊണ്ട് ഇരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയയോടുകൂടെ കണ്ടു. വീണവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്നു. അവന് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു. ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന സ്വപ്നത്തിൽ വെച്ച് അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഞാനതിൻ്റെ 1-2 ഭാഗങ്ങളെ പറഞ്ഞ് മെയിൻ ഭാഗത്തിലേക്ക് കയറി പൂർത്തീകരിക്കട്ടെ. ഈ വിദ്വാൻമാരുടെ അടുക്കൽ കർത്താവ് പറയുന്നതിൻ്റെ ഒരു സ്പിരിച്വൽ സെൻസ് എന്ന് പറഞ്ഞാൽ ദേ വെർ ട്രൂത്ത് സീക്കേഴ്സ്. അവരെന്ത് സത്യത്തെ അന്വേഷിക്കുന്നത്. അവർ യേശു ജനിച്ചെന്ന അവർക്ക് അരുളപ്പാടുണ്ടായിട്ടല്ല അവർ വന്നത്. യേശു ജനിച്ചത് എവിടെ എന്ന് അന്വേഷിച്ച് വരികയാണ്. അപ്പോൾ അന്വേഷിച്ച് വരുന്നവനോട് ദൈവം സംസാരിക്കുകയാണ്. ട്രൂത്ത് സീക്കേഴ്സ്. സ്തോത്രം. അടുത്ത ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൊഫറ്റിക്കൽ ഫുൾഫിൽമെൻ്റാണ് നടക്കുന്നത്. യേശു ജനിച്ചെന്ന് നമ്മൾ പ്രാരംഭത്തിലെ 4 പേരുടെ കാര്യം പറഞ്ഞു. ഈ 4 പേരും ഏത് ബൗണ്ടറിക്കകത്തുള്ളവരായിരുന്നെന്നറിയാമോ? യഹൂദിയ ബൗണ്ടറിക്കകത്ത്, ഇസ്രായേലിൻ്റെ ബൗണ്ടറിക്കകത്തുള്ളവരായിരുന്നു. എന്നാൽ ഈ കിഴക്ക് നിന്ന് ഉള്ള വിദ്വാൻമാർ വന്ന് യേശുവിനെ നമസ്കരിക്കുമ്പോൾ സോർ നിവാസികൾ, ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിൻ്റെ മുഖപ്രസാദം തേടും. സോർ എന്ന് പറയുന്നത് യഹൂദിയ ദേശമല്ല, അത് സീദോനോട് ചേർന്ന സീദോൻ, അത് അന്യജാതിയാണ്, അന്യരാജ്യമാണ്. അവിടുത്തെ ധനവാന്മാർ വന്ന് കാഴ്ചവെച്ച് നിൻ്റെ മുഖപ്രസാദം തേടുന്നു. ഇത് 45-ൽ കിടക്കുന്ന പ്രൊഫസി നിറവേറുന്നത് എവിടെയാണ്? ഈ കിഴക്ക് നിന്ന് വിദ്വാൻമാർ വരുമ്പോഴാണ്. മാത്രമല്ല, ഇസ്രായേലിൻ്റെ ദൈവമെന്ന് വിളിക്കപ്പെട്ടുകൊണ്ടിരുന്നവനെ ഇപ്പോൾ കിഴക്ക് നിന്ന്, അന്യദേശത്ത് നിന്ന് വിദ്വാൻമാർ കടന്നു വന്നിപ്പോൾ നമസ്കരിക്കുകയാണ്. അപ്പോൾ ജീസസ് ബിക്കെയിം ദ യൂണിവേഴ്സൽ ഗോഡ്. സ്തോത്രം. അപ്പോൾ അവരവിടെ ഒരളവിൽ വന്നൊരു പ്രൊഫറ്റിക്കൽ ഫുൾഫിൽമെൻറ്റ് നടത്തുകയാണ്. എന്താണെന്നറിയാമോ? 45-ാം സങ്കീർത്തനത്തിലെ 66-ലും പറയുന്നുണ്ട്, പല ജാതികളും ഒന്നിച്ചു വന്ന് ഇവനെ നമസ്കരിക്കും. അപ്പോൾ അതൊരു പ്രൊഫറ്റിക്കൽ ഫുൾഫിൽമെൻ്റാണ്. പക്ഷേ അവർ അപ്പോൾ തന്നെ ഒരു പ്രൊഫറ്റിക്കൽ ആക്ട് അവിടെ ചെയ്യുകയാണ്. ദ നേഷൻ ഷാൽ വർഷിപ്പ് ഹിം. ജാതികൾ, രാജാക്കന്മാർ ഇവനെ നമസ്കരിക്കുമെന്നവർ ഒരു പ്രൊഫറ്റിക്കൽ ആക്ട് അവിടെ നടത്തുകയാണ്. എന്നാൽ അതൊന്നുമല്ല, അത് വിശദീകരിക്കാൻ ഒത്തിരി മനോഹരമായ ഭാഗങ്ങളുണ്ട്. അവർ ബേത്ലഹേമിലേക്കല്ല വന്നത്. ആദ്യം അവരെവിടേക്കാണ് വന്നത്? യെരൂശലേമിലേക്കാണ് വന്നത്. യെരൂശലേമിൽ വന്നിട്ട് ചോദിച്ചു, എവിടെയാ യേശു, എവിടെയാ രാജാവ് ജനിച്ചത്? അവിടെ നിന്ന് ഇവരുടെ അടുക്കൽ ചോദിക്കുന്നത് കേട്ടാണ് എല്ലാവരും എന്ത് ചെയ്ത് അവസാനം ഇവരെ കൊട്ടാരത്തിൽ കൊണ്ടുപോയത്. അല്ല, ഇവർ നേരെ കൊട്ടാരത്തിൽ പോയതല്ല. അവരിങ്ങനെ നാട്ടുകാരുടെ അടുത്തൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ട് ന്യൂസ് കൊട്ടാരത്തിൽ
കൊട്ടാരത്തിലെത്തി. കൊട്ടാരത്തിൽ വിളിപ്പിച്ച് ഇങ്ങനെ ഒരു സംഭവമായിരുന്നു. പക്ഷേ ഇവർ വാസ്തവത്തിൽ ദൈവം എന്തിനാണ് ഇവരോട് പറഞ്ഞതെന്നറിയാമോ? ദൈവം ഇവരോട് എന്തിനാ യേശു ജനിക്കുന്ന കാര്യം പറഞ്ഞതെന്നറിയാമോ? യേശു ജനിക്കുന്ന കാര്യം ഇവരോട് പറഞ്ഞത് ഒന്ന് പ്രൊഫറ്റിക്കൽ ആക്ട്, അതതിൻ്റെ ഒരു ഭാഗം. മറ്റേ ഒരു ഭാഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൻ്റെ അപ്പൻ്റെ യോസെഫിൻ്റെ പരിപാടി എന്തായിരുന്നു? ആശാരിപ്പണി. ഒരു കൊച്ചു കുടുംബം. ഇവരാരും സമ്പന്നരായിരുന്നില്ല, ഇവർ ദരിദ്രരായിരുന്നു. ഇപ്പോൾ യേശുവിൻ്റെ ഒരു ക്രൂഷ്യൽ പീരീഡിലേക്ക് കടന്നു വരികയാണ്. യേശുവിൻ്റെ മേളിൽ കിടക്കുന്ന വാഗ്ദത്തം എന്താണ്? ഹോശയ പ്രവചനത്തിൽ ഞാൻ എൻ്റെ മകനെ മിസ്രൈമിൽ നിന്ന് വിളിച്ചു വരുത്തിയിരിക്കുന്നു. അപ്പോൾ യേശു ജനിച്ചു കഴിഞ്ഞ് യേശു എവിടെ വളരണമെന്നുള്ളതാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതി. മിസ്രൈം. ഈജിപ്തിൽ പോയി വളരണമെങ്കിൽ അക്കാലത്തെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രങ്ങളിലൊന്നാണ്, സ്ഥലങ്ങളിലൊന്നാണ് ഏത്? ഈജിപ്റ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ പുല്ലാട്ട് ഒരു കൊച്ചു ജനിച്ചു, അവിടെ പ്രശ്നമാണെന്നറിഞ്ഞ് കൊച്ചിനെ കണ്ട് അപ്പനും അമ്മയ്ക്കും ദുബായിൽ പോയി താമസിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? നടക്കത്തില്ല. പക്ഷേ ദൈവം ഈ മാഗീസിൻ്റെ അടുക്കൽ, ഇവരുടെ അടുക്കൽ പറഞ്ഞപ്പോൾ ഇവരെ ഇവിടെ കൊണ്ടുവന്ന് യേശുവിൻ്റെ മുമ്പിൽ 3 സാധനങ്ങൾ വെച്ചു: പൊന്നും മോരും കുന്തിരുക്കും. ഇതെന്ത് ചെയ്തു കാണും യോസഫും മറിയയും? സിമ്പിൾ. അവർക്ക് മിസ്രൈമിലേക്ക് പോകാനുള്ള വണ്ടിക്കൂലിയായിരുന്നു. ആ ഹെരോദാവ് ചത്തുപോകുന്നിടം വരെ അവിടെ താമസിച്ചിട്ട് മടങ്ങി വരാനുള്ള ചെലവ് മുഴുവനും ആര് കൊണ്ട് കൊടുത്തു? ഈ മാഗികൾ, ഈ കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ. ഇന്ന് രാത്രികാലം തിരിച്ചറിയണം. പിന്നീട് അവർ കർത്താവിനെ അനുഗമിച്ചോ, അവർ രക്ഷാനിർണയം പ്രാപിച്ചോ, സ്നാനപ്പെട്ടോ, അഭിഷേകം, ഇതൊന്നും അവർ യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് അവരറിഞ്ഞോ ഒന്നുമില്ല. ഞാൻ പറയാം, മാഗികളുടെ അടുക്കൽ യേശുവിനെ കുറിച്ച് പറഞ്ഞത് മാഗികളെ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും കർത്താവ് ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്? മറിയത്തെയും യോസഫിനെയും അവരുടെ ട്രാവൽ എക്സ്പെൻസിനെ ഉദ്ദേശിച്ചായിരുന്നു. ഇന്ന് രാത്രികാലം ഒരു ദൈവ പൈതൽ തിരിച്ചറിയണം, നിനക്ക് വേണ്ടി നന്മ വരേണ്ടതിന്, നിനക്ക് വേണ്ടി വഴി വരേണ്ടതിന്, നിൻ്റെ ട്രാവൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടതിന്, നിന്നെ പോറ്റി പുലർത്തേണ്ടതിന് യേശു ജനിച്ച ശേഷം ദൈവം കിഴക്ക് വിദ്വാൻമാരുടെ അടുക്കൽ, ദൂരത്ത് റിസോഴ്സസ് ഉള്ളവൻ്റെ അടുക്കൽ, പൊന്നും മൂരും കുന്തിരിക്കവും കൈവച്ചിരിക്കുന്നവൻ്റെ അടുക്കൽ പറയാ, നീ ഇതിവിടെ വെച്ചോണ്ടിരിക്കാതെ നീ ഇത് പാക്ക് ചെയ്ത് നിക്ഷേപ പാത്രങ്ങളെ നീ എന്ത് ചെയ്യണം? ആമേൻ. റാൽഖറ്റാർദാനിയ, എൻ്റെ സഹോദരങ്ങളെ, അവൻ്റെ കയ്യിലിരുന്ന 2 പേഴ്സും എടുത്തോണ്ട് പോയെന്നല്ല പറഞ്ഞത്, നിക്ഷേപ പാത്രങ്ങൾ. അപ്പോൾ നാളുകളായിട്ട് ഇവർ സേവ് ചെയ്ത് വെച്ചത്, നാളുകളായിട്ട് ഇവർ സൂക്ഷിച്ചു വെച്ചത് ഇപ്പോൾ എവിടെ കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്യുകയാണ്? ഹോളി സ്പിരിറ്റ് ഇതെവിടെ കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്യുകയാണ്? യോസെഫിന്റെ ദരിദ്രന്റെ വീട്ടിൽ. ഇന്ന് പകൽ രാത്രികാലം തിരിച്ചറിയണം. അടുത്ത 2 പേരുണ്ട്, 6ഉം 7ഉം. അത് ശിമയോനും ഹന്നയുമാണ്. ഞാനത് പിന്നീട് പൂർത്തീകരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ഈ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാരുടെ അടുക്കൽ ആ ഭാഗം പറഞ്ഞ് ഞാൻ പൂർത്തീകരിക്കട്ടെ. എന്തിനാണ് യേശു ജനിച്ചെന്ന് കിഴക്കുള്ള വിദ്വാൻമാരുടെ അടുക്കൽ പറഞ്ഞത്? ഒന്ന് അതൊരു പ്രവചന നിവർത്തിയായിരുന്നെങ്കിൽ ആ പ്രവചന നിവർത്തീകരണത്തിനകത്ത് ദൈവ യോസഫിനും മറിയത്തിനും വേണ്ടി ഒരു പ്രൊവിഷൻ കരുതിയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു ദൈവം കിഴക്കുള്ള വിദ്വാൻമാരുടെ അടുക്കൽ സംസാരിക്കുമ്പോൾ എൻ്റെ പ്രൊവിഷനുകൾ ഓപ്പൺ ആയിത്തീരും, എൻ്റെ പ്രൊവിഷനുകൾ ഓപ്പൺ ആയിത്തീരും. കണ്ണുകളെ അടച്ചാട്ട് യേശു ജനിച്ചുവെന്നുള്ള സുവാർത്ത പറയുമ്പോൾ നിനക്ക് വേണ്ടി പ്രൊവിഷനുകൾ ഓപ്പൺ ആവുകയാണ്. ഇന്ന് രാത്രികാല സ്വർഗം നിനക്ക് വേണ്ടി ചില നന്മയുടെ വാതിലുകൾ. യോസഫേ, മിസ്രൈമിൽ പോകണമെന്ന് പറഞ്ഞാൽ കൂട്ടിയാ കൂടുവോ? കൂടത്തില്ല. വണ്ടിക്കൂലിക്കുള്ള ബേത്ലഹേമിൽ നിന്ന് ഈജിപ്റ്റ് വരെ പോകാനുള്ള വണ്ടിക്കൂലിക്കുള്ള കാശെങ്കിലും എടുക്കാൻ ഈ മനുഷ്യൻ്റെ കൈ കാണുമോ? വണ്ടിക്കൂലിക്കുള്ള കാശ് പോലും ഈ മനുഷ്യൻ്റെ കാണത്തില്ല. എന്തിനേറെ നമ്മുടെ ഭാഷയെ പറഞ്ഞ ഒരു വിസ എടുക്കാനുള്ള പൈസ പോലും ഈ മനുഷ്യൻ്റെ കയ്യിലില്ല. ആ സമയത്ത് ദൈവം കിഴക്കുള്ള വിദ്വാൻമാരുടെ അടുക്ക പറഞ്ഞു. അവരുടെ ആ ദൂതിൻ്റെ മുമ്പിൽ അവരെന്ത് ചെയ്യുമെന്നറിയാമോ? അവർ നിക്ഷേപ പാത്രങ്ങളെ തുറക്കാൻ
തുറക്കാൻ തുടങ്ങി. യേശുവിന്റെ ജനനം നിനക്ക് മുൻപാകെ ചില നിക്ഷേപ പാത്രങ്ങളെ തുറക്കുക. ഇന്ന് രാത്രി 1 മിനിറ്റ് ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് കണ്ണുകളെ അടച്ച് ആത്മാവിൽ ആരാധിച്ചു തുടങ്ങിയാട്ടെ. യേശു ജനിച്ചുവെന്ന് ചിലരോട് പറയുകയാണ്. അതെന്തിനു വേണ്ടിയാണെന്നറിയാമോ? ടു ഓപ്പൺ ദ റിസോഴ്സസ്, ടു കണക്ട് ദ പ്രൊവിഷൻസ് വിത്ത് യു. ഇന്ന് രാത്രി കാല ഷെപ്പേർഡ് became the prophet. ഇടയൻ പ്രവാചകനായത് യേശു ജനിച്ചെന്ന് ഉള്ള വാർത്തയ്ക്കകത്താണെങ്കിൽ ഇന്ന് രാത്രികാലം എത്ര പേർ വിശ്വസിക്കുന്നു? ഒരു പ്രൊവിഷൻ എനിക്ക് വേണ്ടി ഓപ്പൺ ആവുകയാണ്, ഒരു റിസോഴ്സ് എനിക്ക് വേണ്ടി ഓപ്പൺ ആവുകയാണ്, എന്റെ തലമുറയ്ക്ക് വേണ്ടി ഓപ്പൺ ആവുകയാണ്. ഇന്ന് രാത്രി കരമടിച്ച് ദൈവസന്നിധിയിൽ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാട്ട് യോസഫ് കൂട്ടിയ കൂടാത്തത്, യോസഫ് ചിന്തിച്ച നടക്കാത്തത്, യോസഫ് ഒരായുസ് മുഴുവൻ ചിന്തിച്ചാലും നടക്കാത്തത്, ഒരൊറ്റ ദൂതിനകത്ത്, ഒരൊറ്റ ഇൻഫർമേഷൻ അകത്ത് കിഴക്കു നിന്നുള്ള വിദ്വാൻമാർ കൊണ്ടുകൊടുത്തിട്ട് പോയെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുക, എനിക്ക് വേണ്ടി ദൈവത്തിന്റെ ദൂത്, എനിക്ക് വേണ്ടി ദൈവത്തിന്റെ ശബ്ദം ചിലരുടെ മേൽ അലയടിക്കുക. യേശു ജനിച്ചു എന്നുള്ള വാർത്തയ്ക്കകത്ത് നിന്റെ സമൃദ്ധി കിടപ്പുണ്ട്. യേശു ജനിച്ചെന്നുള്ള വാർത്തയ്ക്കകത്ത് നിന്റെ നന്മ കിടപ്പുണ്ട്. യേശു ജനിച്ചെന്നുള്ള വാർത്തയ്ക്കകത്ത് നിന്റെ ഉയർച്ച കിടപ്പുണ്ട്. യേശു ജനിച്ചെന്നുള്ള വാർത്തയ്ക്കകത്ത് നിന്റെ നിയോഗം കിടപ്പുണ്ട്. യേശു ജനിച്ചെന്നുള്ള വാർത്തയ്ക്കകത്ത് നിന്റെ ശുശ്രൂഷ കിടപ്പുണ്ട്. ശബ്ദനാര